ബഹുമുഖപ്രതിഭയായ സർവാദരണീയനായ ശ്രീ കെ ജയകുമാറെ അവരുടെ ഈ യോഗത്തിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി സഹർഷം സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്രീ കെ ജയകുമാർ IAS അവർ വേദിയിലും സദസ്യങ്ങളുള്ള ബഹുമാനിയിലെ പ്രിയമുള്ളവരെ, ആദ്യമേ ഞാൻ സൂചിപ്പിച്ചു, ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വിദേവ ദർശന പഠന ക്ലാസ്സാണ് നമ്മുടെ ലൈബ്രറിയിലൂടെ ആരംഭിക്കാൻ പോകുന്നത്. കർക്കിടക മാസമായതുകൊണ്ട് ഈ ഒരു മാസക്കാലം ഇങ്ങനെ ഒരു പഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രഭാഷണം ഇവിടെ നടത്താൻ നിശ്ചയിച്ചത്. കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഒരു 50 വർഷത്തിന് മുമ്പേ ഉള്ള കർക്കിടകം അറിയാമെന്നുള്ളതാണ്. 50 വർഷം പുറത്ത് ഉള്ള ആളുകൾക്കും അറിയാം. പക്ഷെ ഈ 50 വർഷം കാലത്തിലുള്ള മുമ്പുള്ള കർക്കിടകം ഇങ്ങനെ ആയിരുന്നു എന്ന് അറിയാം. ഈ മാസത്തിന്റെ പ്രത്യേകതയും അതാണ്. എല്ലാ ദുരിതങ്ങളും, കഷ്ടതകളും, ദുഃഖങ്ങളും, അസുഖങ്ങളും ഒക്കെ മനുഷ്യന് അനുഭവിക്കുന്ന ഒരു കാലമാണ് കർക്കിടക മാസം. ഒരു വർഷത്തെ അവസാനത്തെ മാസം. പ്രത്യേക കരുതലാണ്. ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവർ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും കർക്കിടക മാസത്തിൽ ദുരിതം അന്നും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കർക്കിടക മാസത്തിൽ ദുരിതമേ ഇന്നത്തെ ചെറുപ്പക്കാരൻ്റെ കർക്കിടക മാസത്തെ ദുരിതം പറഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്ത, ഭൂമി പോലും ഇല്ലാത്ത, അന്യന്റെ വസ്തുവിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഈ ഒരു മാസക്കാലം അവന് ദുരിതമാണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാണ്. കടൽ ക്ഷുഭിതമായിരിക്കുന്ന സമയമാണ്. ഈ ഒരു മാസക്കാലം അവന്റെ വീട്ടിലെ അരി വാങ്ങാൻ പൈസ കാണും. കയർ തൊഴിലാളി, കർഷക തൊഴിലാളി, മണ്ണിൽ പണിയെടുക്കുന്ന മറ്റ് തൊഴിലാളികൾ, ആ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ കർക്കിടക പഞ്ഞമാസം. നേരെ മറിച്ച് സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ജന്മിമാർ, അവർക്ക് ചികിത്സാകാലമാണ് കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവർക്കൊക്കെ ഇത് ചികിത്സാകാലം. അപ്പൊ ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവരുടെ കാര്യമാണ്. അവർ ഈ കർക്കിടക മാസം ദുരിതമാണ്. ഇന്നിപ്പോ ലോകം, അതുപോലെ തന്നെ നമ്മുടെ നാട് ഒക്കെ മാറിയിട്ടുണ്ട്. ആ മാറിയത് ആ ദുരിതങ്ങളിൽ നിന്നും, കർക്കിടക മാസത്തിന്റെ ആ ദുരിതങ്ങളിൽ നിന്നും മാറി വന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ മാറ്റം ഉൾക്കൊണ്ടത് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാരഥന്മാർ, നവോത്ഥാന നായകന്മാർ നമ്മുടെ ഈ മണ്ണിൽ ചവിട്ടി നിന്ന് അവർ പൊരുതിയതിന്റെ ഭാഗമായിട്ട്. മറ്റ് ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ യോഗം, ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ യോഗത്തെ ആരംഭം കുറിക്കാൻ, ഉദ്ഘാടന പ്രസംഗം നടത്താൻ ബഹുമാനപ്പെട്ട ശ്രീ കെ ജയകുമാർ IAS അവരെ ക്ഷണിക്കുകയാണ്. ഇവിടെ സംഗീതരായിട്ടുള്ള കൗൺസിലർ ശിശുപാലൻ, ശാന്തി, രാജീവ്, യുവകരുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണയ്ക്ക് മുമ്പിൽ, സാന്നിധ്യത്തിന് മുമ്പിൽ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കർക്കിടക മാസാരംഭത്തിൽ
ഇങ്ങനെ ഒരു യുവജന പഠന ക്ലാസ്സുകളുടെ ഒരു പരിപാടി സമാരംഭിക്കുമ്പോൾ ഇവിടെ വരാനും ആദ്യ പ്രഭാഷണം നടത്താനും സാങ്കേതികമായ ഉദ്ഘാടനമാണല്ലോ. അങ്ങനെ ഒരു പ്രഭാഷണം നടത്താനും എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ എനിക്കൊരു കഴിവുണ്ട് അല്ലെങ്കിൽ അർഹതയുണ്ട് എന്ന് വിചാരിച്ചത് നന്ദിയേക്കാൾ സന്തോഷം. എനിക്ക് വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറെ സന്തോഷം. ഗുരുദേവന്റെ രചനകളെ ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും ഇങ്ങനെ അജ്ഞത പറയുന്നില്ല. അങ്ങനെ തിരിക്കാൻ സാധ്യമല്ല കേരളത്തിൽ മുഴുവൻ. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ ഏകപാദശത്തെ പറ്റി സംസാരിക്കാൻ വിചാരിച്ചെങ്കിലും അത് സമയമെടുക്കുന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയായി ചൊല്ലിയ ദൈവദശത്തെ പറ്റി തന്നെ നിങ്ങളോട് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ നിത്യവും ചൊല്ലുന്നതായതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് നമുക്കിതൊക്കെ അറിയാം എന്നൊരു വിചാരം കൂടി മനുഷ്യ സഹജമായി വന്നു പോയി. ദൈവദശത്തെ പറ്റി ഇയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാമല്ലോ എന്ന് നിങ്ങളുടെ ഒരു അഹന്തകരണ സംതൃപ്തിയോടാണ് എനിക്ക് സംസാരിക്കുന്നത്. എല്ലാവർക്കും വരും അഹന്തകരണ സംതൃപ്തി. നിഷ്കളങ്കമായ അഹന്തയുള്ളൂ, ദോഷമുള്ള അഹന്തയല്ല. അഹന്ത രണ്ട് തരത്തിലുള്ള ദോഷമുള്ള അഹന്തയും നിഷ്കളങ്കമായിരുന്നു. നിഷ്കളങ്കമായ അഹന്തയാണ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ദൈവദശത്തെ പറ്റിയുള്ള വ്യത്യസ്തമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ സാധാരണ കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ കാണിച്ചു തരാൻ ഈ പ്രഭാഷണം നമുക്ക് സാധിക്കട്ടെ എന്ന്. അതേ കടക്കുന്നതിന് മുൻപ് നാരായണ ഗുരുദേവനെ പറയുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും കേരളത്തിന്റെ ചരിത്രം മുമ്പോട്ട് പോകുന്നതോറും സമകാലിക ജീവിതം കൂടുതൽ സങ്കീർണമാകുന്നതോറും നമ്മള് ഒരു കാലത്ത് വളരെ അഭിമാനിച്ചിരുന്ന നവോത്ഥാന മൂല്യങ്ങളൊക്കെ നമുക്ക് സ്വായത്തമായി എന്നും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നമ്മള് സാമൂഹികമായി വളരെ പരിവർത്തനങ്ങൾ ഇരിക്കുന്നുവെന്നും ജാതിമത ചിന്തകൾക്കും അതീതരായി ഞങ്ങളിങ്ങനെ വളരെ പ്രബുദ്ധമായിട്ടുള്ള ഒരു കേരളമായി തീർന്നതൊക്കെ നേരി പറയാൻ വളരെ വിദഗ്ധരാണ് നമ്മൾ. നവോത്ഥാനം നടന്നില്ല എന്നോ നവോത്ഥാന ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലെന്നല്ല ഞാൻ പറയുന്നു. എന്നാൽ ഒരു കാലത്ത് നാം വിശ്വസിച്ചിരുന്ന നവോത്ഥാന മൂല്യങ്ങളെ അവയുടെ ബാഹ്യമായ ആവരണത്തിൽ മാത്രം കൊണ്ടു നടന്നിട്ട് അതിനകത്തുള്ള സത്ത നമ്മൾ ചോർത്തിക്കളയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുവാൻ കൂടി ഗുരുദേവ ദർശനങ്ങളെ പറ്റിയുള്ള ഈ പ്രഭാഷണങ്ങൾക്ക് കഴിയണം. കേരളത്തിലെ നവോത്ഥാനത്തിൽ നാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ള സംഭാവനകളെ പറ്റി സംസാരിക്കാൻ ആർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമ്മൾ കേരള ചരിത്രം പറയുമ്പോൾ, കേരളത്തിന്റെ സാമൂഹിക ചരിത്രം പറയുമ്പോൾ, ഇതിന് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പറ്റി പറയുമ്പോൾ, നമ്മുടെ സാക്ഷരതയെ പറ്റി പറയുമ്പോൾ, നമ്മുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ പറ്റി ഒക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളുടെ മുമ്പിൽ വളരെ തലവുയർത്തി നിൽക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഡൽഹിയിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ ബീഹാറിൽ വരുന്നവന്മാരെ കാണുമ്പോൾ ഞങ്ങളെ കൂടെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഓരോരുത്തർക്കൊരു നേരിയ കുറ്റം. ഞങ്ങൾ പണ്ട് 60കളിൽ ചെയ്ത കാര്യമാണല്ലോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാം പള്ളിക്കൊടുത്തുകൊണ്ടിരിക്കുക ഞങ്ങൾക്കത് നിസ്സാര കാര്യമാണ്. കേരളത്തിൽ ആരും പള്ളിക്കൊടുത്ത് പോകാതില്ല. ഒരു കുട്ടിയെ സ്കൂളിൽ അയക്കാതിരിക്കാനുള്ള ഒരു അച്ഛനും വിചാരിച്ച പോലെ സാധിക്കില്ല. നാട്ടിലെ കുട്ടികളുടെ സ്കൂളിലായിരുന്നു. എന്നാല് ഇവർ എനിക്ക് അങ്ങനെയല്ല. ഇപ്പോഴും നമുക്ക് 100% പിന്നെ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നു എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻറോൾമെന്റ് എന്നുള്ളത് ഇന്നും ഇന്ത്യയിൽ നടപ്പിലായിട്ടില്ല. ഇന്ന് എത്രയോ സംസ്ഥാനങ്ങളിൽ സ്കൂളിൽ പോകാൻ അർഹതയുള്ള കുട്ടികളുടെ 50%, 60%, കള്ളക്കണക്കോട് കുറച്ച് കണക്കില്ലായിട്ട് കള്ളക്കാണല്ലോ, 60% കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. ഇതുപോലെ 40% പിള്ളേർ എന്ത് ചെയ്തു? അവനവന്റെ അച്ഛൻ ചെയ്തതുപോലെ കാര്യം വെച്ചുകൊണ്ടിരിക്കുക, അവരുടെ അമ്മ ചെയ്തതുപോലെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. കൃഷി കാര്യമെങ്കിലും മോശമാണെന്നല്ല, പക്ഷേ വിദ്യാഭ്യാസത്തിലുള്ള അവകാശം സ്വയം നിഷേധിക്കപ്പെട്ട് അതിനുള്ള സാഹചര്യങ്ങളില്ലാതെ സമൂഹം അതിനെപ്പറ്റി യാതൊരു വൈക്ലഭ്യവും ഇല്ലാതെ അവന്റെ അച്ഛൻ കാര്യം വെച്ചു, അവന്റെ കാര്യം വെച്ചു. എന്താണ് ഞങ്ങൾക്ക് എന്ന് വിചാരിക്കുന്ന
ഇപ്പോഴും അത്തരത്തിലുള്ള സാമൂഹിക ഘടന നിലവിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി 77 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് ഈ ഭാരതത്തിലുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ കേരളീയരായി തീർന്നതിൽ നമ്മുടെ അഭിമാനം കൊണ്ട് കൊള്ളണം. അതിനുള്ള അത് നമുക്കൊണ്ടില്ലെന്നല്ല. ഞാൻ കേരളത്തെ പറ്റി മോശമായിട്ട് പറഞ്ഞു തുടങ്ങിയെങ്കിലും നമ്മുടെ നേട്ടങ്ങളെ ഞാൻ തുച്ഛീകരിക്കുകയെ. ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് സ്വാതന്ത്ര്യം നമുക്കെല്ലാം ഒരുമിച്ചാണ് കിട്ടിയത്. നമുക്ക് 47 നമുക്ക് കിട്ടി, ബാക്കി സംസ്ഥാനമില്ല. പ്രത്യേകം കിട്ടിയതല്ല ദേശീയ സ്വാതന്ത്ര്യം. എല്ലാം ഒരു സമയത്ത് തന്നെയാണ് ദേശീയ സ്വാതന്ത്ര്യം കിട്ടിയത്. ഭരണഘടനയും ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വന്നത്. എന്നാൽ ഇന്ത്യ മുഴുവൻ ഒരുപോലെ അല്ലല്ലോ വികസിച്ചത്. എന്താ കാരണം? എല്ലായിടത്തും ജനാധിപത്യമാണ്, എല്ലായിടത്തും ഇലക്ഷനാണ്, എല്ലായിടത്തും ഒരേപോലെയാണ്. ഒരേ ഭരണഘടന, ഒരേ കാര്യങ്ങളാണ്, ഒരേ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് ഒക്കെയാണ്. പക്ഷേ കേരളം ഒരു പ്രത്യേക രീതിയിൽ വികസിച്ചിരിക്കുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നമ്മൾ അനുകരിക്കാൻ സാധിക്കാതെ പിന്നാലെ വരുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തെ പറ്റി, നമ്മുടെ ജീവിതത്തെ പറ്റി, മനുഷ്യ ജീവിതത്തെ പറ്റി, മനുഷ്യന്റെ അന്തസ്സിനെ പറ്റി നമ്മളിലുണ്ടായ ഒരു ഉണർവാണ് നമ്മളെ കൊണ്ട് ഈ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമ്മളെ സഹായിച്ചത്. ആ നേട്ടം നമുക്ക് എവിടെ നിന്ന് വന്നു? മനുഷ്യൻ ആരാണ്? മനുഷ്യനും ഒരുപക്ഷെ ഇന്നത്തെ പിന്നോക്കമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല സംസ്ഥാനങ്ങളെക്കാളും പിന്നോക്കമായിരുന്നു ഈ കേരളം. അവരെ വെല്ലാനുള്ള കൊള്ളരുതായ്മ ചെയ്തവരാണ് നമ്മളെ ഈ കേരളത്തിൽ ഒരു കാലം നിലവിലിരിപ്പ് പോലെയുള്ള ഐത്താചാരവും അടിമത്തവും ഒന്നും വാസ്തവത്തിൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് വിവേകാനന്ദൻ ഇവിടെ കണ്ടപ്പോൾ ഞെട്ടിയതായി ഭ്രാന്തന്മാരാണെങ്കിൽ നമ്മുടെ ഭ്രാന്താലയമായിരുന്ന നല്ല ഭാഷയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇപ്പോഴെല്ലാം ഉണ്ടാണ് വിവേകാനന്ദന്റെ ഭംഗിയായിട്ട് കേരള ഭ്രാന്താലയമാണെന്നൊക്കെ വാസ്തവത്തിൽ പറയുന്നത് ജന്മാർക്കും നിലയ്ക്ക് സുഖമില്ലെന്ന്. കാരണം ജന്മി പോകുമ്പോൾ ഒരു നമ്പൂരി പോകുമ്പോഴത്തേക്ക് 16 അടി ദൂരെ ആയിരുന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് 32 അടി ദൂരെ തീയതിന്റെ കീഴ് അതിന്റെ പിന്നെ ഒരു 16 അടി ദൂരെ പറയാൻ ഇങ്ങനെ ഒരു ജീവിതം മുമ്പോട്ട് പോകുന്നു. ഇവർക്ക് യാതൊരു അവകാശവുമില്ല, മണ്ണിൽ പണിയെടുത്തിട്ട് യാതൊരു അവകാശവുമില്ല. പണിയെടുത്തതിന്റെ ഗുണം മുഴുവൻ ലഭിക്കും. പിന്നെ തന്നെ ഔദാര്യത്തോടുകൂടി ഒരു കിണി രണ്ടു തന്ന ഭാഗ്യം, അത് തന്നെ പരമ ഔദാര്യത്തോടുകൂടി കാണിച്ചുകൊണ്ട് പോകുന്ന മാനസികമായ അടിമത്തത്തിൽ നിന്ന് നമ്മള് ഇന്നത്തെ പ്രബുദ്ധ കേരളത്തിൽ എത്തിയതിന് ആരോടാണ് നമ്മൾ പറയേണ്ടത്? ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞാൽ മനുഷ്യരും തമ്മിൽ ഒരു ഭേദവുമില്ലതിൽ എന്ന് നമ്മളോട് അസന്ധിഗ്ധമായി പറഞ്ഞ ഗുരുദേവനോട് ഒരുപാട് പേര് കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ഈ പ്രചുര്യം അല്ലെങ്കിൽ അതിന്റെ പ്രകാശം നമുക്ക് ദൈവയുണ്ട്. പക്ഷെ ഗുരുദേവനോട് ഇത്രയും സർഗാത്മകമായി, ഇത്രയും വിപ്ലവാത്മകമായി നമ്മളോട് വളരെ സൗമ്യമായി എന്നാൽ ധീരമായി പറഞ്ഞു തന്ന ആചാര്യൻ ഭാഷയൊക്കെ അതിന് പിന്നാലെയാണ് വരുന്നത്. അതിന്റെ പിന്നാലെയാണ് അതിന്റെ ചുവട് പിടിച്ച് ഗുരുദേവൻ കൊടുത്ത ധൈര്യവും കൊണ്ട് കേട്ടു. ആത്മീയമായ കാര്യങ്ങളിൽ ഇത്ര ധീരത ആർജിക്കുവാൻ ഗുരുദേവൻ കൊടുത്തൊരു ധൈര്യവുമുണ്ട്. ആ ധൈര്യം കൊടുത്തതിന്റെ കാര്യത്തിൽ ഇവിടെ SNDP പോലെ പ്രസ്ഥാനം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ഇവിടെ സാമൂഹ്യ പരിഷ്കാരത്തിൽ ഒരു പ്രസ്ഥാനം വേണമെന്നും ഒക്കെ തോന്നിയിട്ട് ഡോക്ടർ പൽപൂർ അത് സാധിക്കുന്നില്ല. അപ്പോ കേരളം കണ്ടുപോയ സ്വാമി വിവേകാനന്ദനാണ് ബാംഗ്ലൂർ വെച്ച് പൽപൂരിനോട് പറയുന്നത്, നിങ്ങൾ വിചാരിച്ചത് സാധിക്കില്ല. ഒരു ആത്മീയ ആചാരം മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ആചാരങ്ങളെല്ലാം അനാചാരങ്ങളാണ് അദ്ദേഹം പറയണത് എങ്കിലേ കേരളം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു സ്വാമി വിവേകാനന്ദൻ. അത് പലപ്പോഴും അതിന്റെ അന്തരാർത്ഥം മനസ്സിലായി. ഇപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഡോക്ടർ പലപ്പോഴും പറയുകയാണ് ഈ ജാതി മത വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാഠം നോക്കിക്കൊണ്ട് പറയുന്നത്. എന്നാല് ഗുരുദേവനെ പോലെ ആത്മീയമായിട്ടുള്ള ആചാര്യൻ, ഒരു മിസ്റ്റിക്ക്, ഒരു ആത്മീയ ആചാര്യൻ എന്ന് പറയുമ്പോ കേരളത്തിൽ അനുഭവിക്കാൻ സാധിക്കും. കാരണം അത് പാശ്ചാത്യ ലോകത്തിറങ്ങിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് പറയുന്നത് തന്നെ. പാശ്ചാത്യ ലോകത്ത് പ്രജലവിഷ്ണൊക്കെ നമ്മൾ പറയുന്നത് ഈ ക്വാളിറ്റി ഇവിടെ എന്നൊക്കെ പറയുന്നില്ലേ, അതൊന്നും വായിച്ച് പ്രബോധനം കൊണ്ടിട്ടല്ല ഗുരുദേവൻ പറയുന്നത്. പിന്നെയോ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പാശ്ചാത്യ ലോകത്തിൽ ഇപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വേണം എന്നല്ല അർത്ഥം. അങ്ങനെ പറയാൻ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഒരു ആത്മീയാചാര്യങ്ങൾ പറയണമെന്ന് വിവേകാനന്ദൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ആധ്യാത്മികമായ ബോധ്യമാണ്. ഗുരുദേവൻ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, ജാതിയും മതവും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാ മതസ്ഥരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? പുസ്തകം വായിച്ചിട്ട് പറയുകയാണ്.
ഇന്ന് ഗുരുദേവ ദർശനങ്ങളെ പറ്റി വ്യാഖ്യാനിക്കുന്നവർ അവതരിപ്പിക്കുന്നവർ പോലും പലപ്പോഴും ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം ഗുരുദേവനെ കാണാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെങ്കിലും അവരെല്ലാം നടത്തുന്ന ഒരു തെറ്റ് ഗുരുദേവന്റെ സാമൂഹ്യ സമത്വ ദർശനം അദ്ദേഹത്തിന് ആധ്യാത്മികമായിട്ടുള്ള അപാരമായിട്ടുള്ള ഉള്ളറിവിൽ നിന്ന് സംഭൂതമായതാണ് എന്ന വസ്തുത നമ്മൾ ഉണക്കിയത്. അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവൻ ഈ ആദിമമായ ഇവിടെ അവനെന്നും ഇവനെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒന്നേ ഉള്ളൂ എന്ന് പറയുകയല്ല, അദ്ദേഹം അനുഭവിക്കുകയാണ്. ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകവും ഞാൻ 100 ശ്ലോകവും അനുവർത്തിച്ചതാണ്. വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് കേൾക്കും, അതിനോട് ആവതില്ല. പക്ഷേ ഇത് സാധാരണ മനുഷ്യന് ഈ ശ്ലോകം വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഗുരുദേവന്റെ ഭാഷ കുറച്ച് കിടപ്പാണ്. ഇപ്പൊ തന്നെ ആകെ മണിക്കൂറിൽ 30 പറയുന്ന എത്ര പേർക്ക് ഭംഗിയായിട്ട് എന്തൊരു സംഭവം അവിടെ അത്ര വലിയ ഇല്ലെന്നല്ല, ഒരു കുഴപ്പത്തിനെ പറയുന്ന എത്രയോ സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. നീ നാവികനാണ്, ഈ ഭവാബ്ദിക്ക് നിന്റെ പാദം എന്താണ്? നാവി വൻതോണി സ്കീംഷിപ്പാണ് നീ. നമ്മള് ഇവിടെ ഈ കള്ളി കിടന്ന് കൈകാലത്തടിക്കണം. അപ്പൊ നീ വെറും വള്ളമല്ല കേട്ടോ, ഈ കൊതുകുവെള്ളമല്ല, വൻതോണി. അതിന് വിശ്വസിക്കാതെ മുങ്ങിപ്പോകത്തില്ല. അന്നത്തെ കാലത്ത് സ്കീംഷിപ്പാണ് വലിയ ആധുനികതയുടെ ഏറ്റവും വലിയ സിദ്ധരാണ്. ആവി വൻതോണി. ഇവിടെ ഓരോരുത്തർ സ്കൂളുകളിൽ പോകുമ്പോ ആവിവാൻ എത്രയോ പറയുന്നുണ്ട് കേട്ടോ. ആവിവൻതോണി സ്റ്റീംഷിപ്പ് എന്നാണ് ഇംഗ്ലീഷ്. അപ്പോ ഗുരുദേവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ള ഒരു ശക്തിയുടെ മുമ്പിൽ എല്ലാം ഈ പ്രാപഞ്ചികമായി കാണുന്നതെല്ലാം ഒരൊറ്റ ചൈതന്യത്താൽ അങ്ങനെ ഭാസിക്കുന്നുവല്ലോ എന്ന ആ ഉള്ളറിവ് ഒരു ആധ്യാത്മിക അനുഭൂതിയായി ഈ മരുന്നുകളെ വെച്ച് ഗുരുദേവൻ സ്വായത്തമാക്കിയ ഒരു അറിവുണ്ട്. അവിടെയാണ് ഇവിടെ തന്നെ പറയുന്നത്, എണ്ണിയായിട്ട് എല്ലാം ഒഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊരുളാണ്. അതാണ് പൊരുൾ, ബാക്കിയൊക്കെ നിഴലാണ്. അവനെന്ന് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടു അതിലൊന്നും കാര്യമില്ല. ഇതിനപ്പുറത്തുള്ള ഒരു പൊരുളാണ്. ആ പൊരുളിൽ എന്റെ അസ്പന്ദമാകണം. ഈ നമ്മളീ കാണുന്ന ഞാനെന്നും നീയെന്നും, ഈ നായരെന്നും ഈനവനെന്നും, ഈ ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും, പിന്നെ ഈ ആണെന്നും പെട്ടെന്നും ഒക്കെ പറഞ്ഞ് സമ്പന്നൻ ദരിദ്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വരവരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നീ സമ്പന്നൻ, ഞാൻ നീ ദരിദ്രൻ, ഞാൻ സമ്പന്നൻ. നീ ഒരിക്കലും സമ്പന്നല്ലോ, നീ ദരിദ്രൻ, ഞാൻ സമ്പന്നൻ. നീ മോശക്കാരൻ, ഞാൻ നല്ലത്. അങ്ങനെ പലതരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാര്യമില്ല. അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവൻ ഈ ആദ്യമായ ഒറ്റ സത്ത പലതായി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കാനുള്ളതാണ് മായ. അങ്ങനെ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞവരാണ് ഈ മിസ്റ്റിക്കുകൾ. യേശുക്രിസ്തുവാണെങ്കിലും രമണ മഹർഷിയാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടല്ലോ. ഈ സത്യം ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. അതാണ് വ്യത്യാസം. അനുഭവവും അറിവും അനുഭവവും പഠിത്തവും വ്യത്യാസമുണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, മലയാളം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ ബുദ്ധനാവാത്തതാണ്, നമ്മൾ ശ്രീബുദ്ധനാവാത്ത കാര്യം എന്താണ്, നമ്മൾ നാരായണ ഗുരുദേവനാവാത്ത കാര്യം എന്താണ്, നമ്മൾ രമണ മഹർഷിയാവാത്ത കാര്യം എന്താണ്, യേശു ക്രിസ്തുവാവാത്ത കാര്യം എന്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മസ്തിഷ്കത്തിലെ ഒരു ആശയം മാത്രം. എന്നാൽ ആ ആശയം അനുഭവമായി മാറുമ്പോഴോ നമ്മളെ ചുറ്റും കാണുമ്പോൾ ഒക്കെ മാറിക്കഴിഞ്ഞല്ലോ. പിന്നെ ആരെയും നമുക്ക് ആശ്ലേഷിക്കാം, പിന്നെ എല്ലാം പ്രാതാക്കൾ മാത്രം, പിന്നെ എന്റെ തന്നെ സത്ത പിന്നിൽ എന്നറിയുന്ന ഔന്നത്യത്തിൽ നിന്നിട്ടാണ് ഗുരുദേവൻ പറയുന്നത്. പിന്നെ ഈ ഒരു ജാതി ഒരു മതമേ ഉള്ളൂ, മനുഷ്യന് ഒരു ജാതിയെ ഉള്ള വേറെ ജാതികളൊന്നുമില്ല സുഹൃത്തെ എന്ന് പറയുന്നതിനകത്തുള്ള ആത്മാർത്ഥതയും നിർബന്ധവും നമ്മൾ മനസ്സിലാക്കണം. ഗുരുദേവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ അനാചാരം എന്ന് പറഞ്ഞ അജ്ഞതയും അറിവില്ലായ്മയിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് ഈ ഗുരുദേവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഞാൻ എപ്പോഴും അറിയില്ല. കാരണം അദ്ദേഹത്തിനാണെങ്കിൽ ഇതെല്ലാം വേറെ കോപ്രായങ്ങളാണല്ലോ. നിന്റെ ജാതി നിന്റെ എന്ത് കാര്യം അവരിവൻ അറിയുന്നതൊക്കെ ഓർത്താൽ അവൻ ഈ രാജ്യമായ ആത്മരും. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി. കാരണം അവരെന്നെ നീയുമായിട്ട് വ്യത്യാസമില്ല, അവരെന്നെ തന്നെ നീ. എന്റെ സുഖത്തിന് ആചരിക്കുന്നവ മറ്റവരും കൂടി സുഖത്തിനാണ്, അല്ലാതെ അവന് പാരവയ്ക്കായിരിക്കും സുഖം. കാരണം നീ അവനും തമ്മിൽ വ്യത്യാസമില്ല. ലോജിക്കാണ്, യുക്തിഭദ്രമായിട്ട് ഗുരുദേവൻ സംസാരിക്കും.
ഈ കവിതയാണെങ്കിൽ യുക്തിഭദ്രമാണ്. അവനിവനെ അറിയുന്നത് ഒരു ആത്മരൂപമായതിനാൽ therefore ഈ ടീച്ചർമാരെ പഠിപ്പിക്കുമ്പോൾ ഒത്തുവരുമല്ലോ, നീ അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. therefore നീ നിനക്ക് കുളത്തിൽ ചെയ്യുന്നത് അവനുള്ള കുളത്തിലായിക്കോളും, നീ അവൻ മുമ്പ് തന്നെ. ഞാൻ ഗുരുദേവന്റെ മനസ്സിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കും. ഗുരുദേവന് ഹരിതബോധമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആളുകളുടെ കോപ്പായങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഗുരുദേവൻ നല്ല മന്ത്രപ്പോൾ എന്ത് മണ്ടന്മാരുടെ കാണിക്കുന്നു. അതാണ് ഗുരുദേവന്റെ ആത്മീയത. ആ ആത്മീയതയെ ഊന്നിക്കൊണ്ടാണ് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാവണമെന്നും ഇവിടുത്തെ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യത്വത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നുമൊക്കെ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് ആത്മീയതയിൽ. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയമായിട്ടുള്ള അടിത്തറയെ വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നെന്ന് മാത്രം പറയുന്നത് അദ്ദേഹത്തിനുള്ള ദേശം അനുഭവിക്കുകയാണെന്നാണ് കടക്കാൻ സാധിക്കുകയുള്ളൂ. കർക്കിടക മാസാരംഭത്തിൽ ഇങ്ങനെ ഒരു വിദർശന പഠന ക്ലാസ്സുകളുടെ ഒരു പരിപാടി സമാരംഭിക്കുമ്പോൾ ഇവിടെ വരാനും ആദ്യ പ്രഭാഷണം നടത്താനും സാങ്കേതികമായ ഉദ്ഘാടനമാണല്ലോ. അങ്ങനെ ഒരു പ്രഭാഷണം നടത്താനും എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ എനിക്കൊരു കഴിവുണ്ട് അല്ലെങ്കിൽ അർഹതയുണ്ട് എന്തെങ്കിലും വിചാരിച്ചത് അതിനേക്കാൾ സന്തോഷം. എനിക്ക് വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ എനിക്ക് ഏറെ സന്തോഷം. ഗുരുദേവന്റെ രചനകളെ അവകാശപ്പെടുന്നില്ല എങ്കിലും ഇങ്ങനെ അജ്ഞത പറയുന്നില്ല. അങ്ങനെ തിരിക്കാൻ സാധ്യമല്ല കേരളത്തിൽ മുഴുവൻ. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് നമ്മള് ഒരു കാലത്ത് വളരെ അഭിമാനിച്ചിരുന്ന നവോത്ഥാന മൂല്യങ്ങളൊക്കെ നമുക്ക് സ്വായത്തമായി എന്നും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നമ്മള് സാമൂഹികമായി വളരെ പരിവർത്തനം വിളിക്കുന്നുവെന്നും ജാതി മത ചിന്തകൾക്ക് അതീതരായി നമ്മളിങ്ങനെ വളരെ പ്രബുദ്ധമായിട്ടുള്ള ഒരു കേരളമായി തീർന്നതൊക്കെ നേരി പറയാൻ വളരെ വിദഗ്ധരാണ് നമ്മൾ. നവോത്ഥാനം നടന്നില്ല എന്നോ നവോത്ഥാന ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലെന്നല്ല ഞാൻ പറയുന്നു. എന്നാൽ ഒരു കാലത്ത് നാം വിശ്വസിച്ചിരുന്ന നവോത്ഥാന മൂല്യങ്ങളെ അവയുടെ ബാഹ്യമായ ആവരണത്തിൽ മാത്രം കൊണ്ടു നടന്നിട്ട് അതിനകത്തുള്ള സത്ത നമ്മൾ ചോർത്തിക്കളയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുവാൻ കൂടി ഗുരുദേവ ദർശനങ്ങളെ പറ്റിയുള്ള ഈ പ്രഭാഷണങ്ങൾക്ക് കഴിയണം. കേരളത്തിൽ നവോത്ഥാനത്തിൽ നാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ള സംഭാവനകളെ പറ്റി സംസാരിക്കാൻ ആൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമ്മൾ കേരള ചരിത്രം പറയുമ്പോൾ, കേരളത്തിന്റെ സാമൂഹിക ചരിത്രം പറയുമ്പോൾ, ഇതിന് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പറ്റി പറയുമ്പോൾ, നമ്മുടെ സാക്ഷരതയെ പറ്റി പറയുമ്പോൾ, നമ്മുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ പറ്റി ഒക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളുടെ മുമ്പിൽ വളരെ തല ഉയർത്തി നിൽക്കുന്നവരാണ്. നമ്മളൊക്കെ ഡൽഹിയിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ ബീഹാറിൽ വരുന്നവന്മാരെ കാണുമ്പോൾ ഞങ്ങളെ കൂടെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഓരോരുത്തർക്കൊരു നേരിയ കുശം നീണ്ടതേ ഞങ്ങൾ പണ്ട് 60കളിൽ ചെയ്ത കാര്യമാണല്ലോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാം പണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കത് നിസ്സാര കാര്യമാണ്. കേരളത്തിൽ ആരും പണിപ്പെടുത്തി പോകാതില്ല. ഒരു കുട്ടിയെ സ്കൂളിൽ അയക്കാതിരിക്കാറുണ്ട്. ഒരു അച്ഛനും വിചാരിച്ച പോലെ സാധിക്കില്ല. നാട്ടുകാരെ പിടിച്ചോണ്ട് സ്കൂളിലായിരുന്നു. എന്നാല് ഇവിടെ അങ്ങനെയല്ല. ഇപ്പോഴും നമുക്ക് 100% പിന്നെ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നു എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻറോൾമെന്റ് എന്നത് ഇന്നും ഇന്ത്യയിൽ നടപ്പിലായിട്ടില്ല. ഇന്ന് എത്രയോ സംസ്ഥാനങ്ങളിൽ സ്കൂളിൽ പോകാൻ അർഹതയുള്ള കുട്ടികളുടെ 50%, 60%, കള്ളക്കണക്കോട്ട് കുറച്ച് കണക്കില്ലായിട്ട് കള്ളം കാണുമല്ലോ, 60% കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. ഇതുപോലെ 40% പിള്ളേർ എന്ത് ചെയ്തു? അവനവന്റെ അച്ഛൻ ചെയ്തതുപോലെ കാര്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുക. അവന്റെ അമ്മ ചെയ്തതുപോലെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. കൃഷി കാര്യമെങ്കിലും മോശമാണെന്നല്ല, പക്ഷെ വിദ്യാഭ്യാസത്തിലുള്ള അവകാശം സ്വയം നിഷേധിക്കപ്പെട്ട് അതിനുള്ള സാഹചര്യങ്ങളില്ലാതെ സമൂഹം അതിനെപ്പറ്റി യാതൊരു വൈക്ലഭ്യവും ഇല്ലാതെ അവന്റെ അച്ഛൻ കാര്യം വെച്ചു, അവന്റെ കാര്യം വെച്ചിരുന്നു. എന്താണ് ഞങ്ങൾക്കെന്നുള്ളത് എന്ന് വിചാരിക്കുന്ന ഇപ്പോഴും അത്തരത്തിലുള്ള സാമൂഹിക ഘടന നിലവിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ
സ്വാതന്ത്ര്യം കിട്ടി 77 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് ഈ ഭാരതത്തിലുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ കേരളീയരായി തരുന്നതിൽ നമ്മുടെ അഭിമാനം കൊള്ളും, രോമാഞ്ചം കൊള്ളണം. അതിനുള്ള അത് നമുക്കൊന്നില്ലെന്നല്ല. ഞാൻ കേരളത്തെ പറ്റി മോശമായിട്ട് പറഞ്ഞു തുടങ്ങിയെങ്കിലും നമ്മുടെ നേട്ടങ്ങളെ ഞാൻ തുച്ഛീകരിക്കുകയെ. ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് സ്വാതന്ത്ര്യം നമുക്കെല്ലാം ഒരുമിച്ചാണ് കിട്ടിയത്. നമുക്ക് 47 നമുക്ക് കിട്ടി, ബാക്കി സംസ്ഥാനങ്ങളില്ല. പ്രത്യേകം കിട്ടിയതല്ല ദേശീയ സ്വാതന്ത്ര്യം. എല്ലാം ഒരു സമയത്ത് തന്നെയാണ് ദേശീയ സ്വാതന്ത്ര്യം കിട്ടിയത്. ഭരണഘടനയും ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വന്നത്. എന്നാൽ ഇന്ത്യ മുഴുവൻ ഒരുപോലെ അല്ല വികസിച്ചത്. എന്താ കാരണം? എല്ലായിടത്തും ജനാധിപത്യമാണ്, എല്ലായിടത്തും ഇലക്ഷനാണ്, എല്ലായിടത്തും ഒരേപോലെയാണ്. ഒരേ ഭരണഘടന, ഒരേ കാര്യങ്ങളാണ്, ഒരേ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്, ഒക്കെയാണ്. പക്ഷേ കേരളം ഒരു പ്രത്യേക രീതിയിൽ വികസിച്ചിരിക്കുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നമ്മൾ അനുകരിക്കാൻ സാധിക്കാതെ പിന്നാലെ വരുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തെ പറ്റി, നമ്മുടെ ജീവിതത്തെ പറ്റി, മനുഷ്യ ജീവിതത്തെ പറ്റി, മനുഷ്യന്റെ അന്തസ്സിനെ പറ്റി നമ്മളിലുണ്ടായ ഒരു ഉണർവാണ് നമ്മളെ കൊണ്ട് ഈ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമ്മളെ സഹായിച്ചു. ആ നേട്ടം നമുക്ക് എവിടെ നിന്ന് വന്നു? മനുഷ്യൻ ആരാണ്? മനുഷ്യനും ഒരുപക്ഷെ ഇന്നത്തെ പിന്നോക്കമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല സംസ്ഥാനങ്ങളെക്കാളും പിന്നോക്കമായിരുന്നു ഈ കേരളം. അവരെ വെല്ലാനുള്ള കൊള്ളുതായ്മ ചെയ്തവരാണ് നമ്മൾ. നമ്മുടെ ഈ കേരളത്തിൽ ഒരു കാലം നേരിടുന്ന പോലെയുള്ള ഐത്താചാരവും അടിബന്ധവും ഒന്നും വാസ്തവത്തിൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് വിവേകാനന്ദൻ ഇവിടെ കണ്ടപ്പോൾ ഞെട്ടിയതായി ഭ്രാന്തന്മാരാണെങ്കിൽ നമ്മൾ ഭ്രാന്താലയമായിരുന്നൊക്കെ നല്ല ഭാഷയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു. ഇവർക്കെല്ലാം മക്കളാണ് വിവേകാനന്ദന്റെ ഭംഗിയായിട്ട് കേരള ഭ്രാന്താലയമാണെന്നൊക്കെ വാസ്തവത്തിൽ പറയുന്നത് ജന്മാർക്കാർക്കും നിലയ്ക്ക് സുഖമില്ലെന്ന്. കാരണം ജന്മി പോകുമ്പോൾ ഒരു നമ്പൂരി പോകുമ്പോഴത്തേക്ക് 16 അടി ദൂരെ ആയിരുന്നു. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് 32 അടി ദൂരെ തീയതിന്റെ കീഴുണ്ട്. അതിന്റെ പിന്നെ ഒരു 16 അടി ദൂരെ പറയാൻ ഇങ്ങനെ ഒരു ജീവിതം മുമ്പോട്ട് പോകുന്നു. ഇവർക്ക് യാതൊരു അവകാശവുമില്ല, മണ്ണിൽ പണിയെടുത്തിട്ട് യാതൊരു അവകാശവുമില്ല. പണിയെടുത്തതിന്റെ ഗുണം മുഴുവൻ പിന്നെ എന്നെ ഔദാര്യത്തോടുകൂടി ഒരു കിഴി നെല്ല് തന്ന ഭാഗ്യം, അത് തന്നെ പരമ ഔദാര്യത്തോടുകൂടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന മാനസികമായ അടിമത്തത്തിൽ നിന്ന് നമ്മള് ഇന്നത്തെ പ്രബുദ്ധ കേരളത്തിൽ എത്തിയതിന് ആരോടാണ് നമ്മൾ പറയേണ്ടത്? ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞാൽ മനുഷ്യരും തമ്മിൽ ഒരു ഭേദവുമില്ലതിൽ എന്ന് നമ്മളോട് അസന്ധിഗ്ധമായി പറഞ്ഞ ഗുരുദേവനോടാണ്. ഒരുപാട് പേര് കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ഈ പ്രചുരിമ അല്ലെങ്കിൽ അതിന്റെ പ്രകാശനവും ധൈര്യമുണ്ട്. പക്ഷെ ഗുരുദേവനോടും ഇത്രയും സർഗാത്മകമായി, ഇത്രയും വിപ്ലവാത്മകമായി നമ്മളോട് വളരെ സൗമ്യമായി എന്നാൽ ധീരമായി പറഞ്ഞു തന്ന മറ്റാരും ബാക്കിയൊക്കെ അതിന് പിന്നാലെയാണ് വരുന്നത്. അതിന്റെ പിന്നാലെയാണ് അതിന്റെ ചുവട് പിടിച്ച് ഗുരുദേവൻ കൊടുത്ത് ധൈര്യവും വന്നു കേട്ടു. ആത്മീയമായ കാര്യങ്ങളിൽ ഇത്ര ധീരത ആർജിക്കുവാൻ ഗുരുദേവൻ കൊടുത്തൊരു ധൈര്യവുമുണ്ട്. ആ ധൈര്യം കൊടുത്തതിന്റെ കാര്യത്തിൽ ഇവിടെ SNDP പോലെ പ്രസ്ഥാനം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ഇവിടെ സാമൂഹ്യ പരിഷ്കാരത്തിന് ഒരു പ്രസ്ഥാനം വേണമെന്നും ഒക്കെ തോന്നിയിട്ട് ഡോക്ടർ പൽപൂർ അത് സാധിക്കുന്നില്ല. അപ്പോ കേരളം കണ്ടുപോയ സ്വാമി വിവേകാനന്ദനാണ് ബാംഗ്ലൂർ വെച്ച് പൽപൂരോട് പറയുന്നത്, നിങ്ങൾ വിചാരിച്ചത് സാധിക്കില്ല. ഒരു ആത്മീയ ആചാരം മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ആചാരങ്ങളെല്ലാം അനാചാരങ്ങളാണ് അദ്ദേഹം പറയണമെങ്കിൽ കേരളം ശ്രമിക്കുന്നു എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ. അത് പൽപൂർ അതിന്റെ അന്തരാർത്ഥം മനസ്സിലായി. ഇപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയിട്ട് വന്നിട്ട് ഡോക്ടർ പൽപൂരിനെ പറയുകയാണ് ഈ ജാതി മത വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാഠം നോക്കിക്കൊള്ളേ പറയുന്നത്. എന്നാല് ഗുരുദേവനെ പോലെ ആത്മീയമായിട്ടുള്ള ആചാര്യൻ, ഒരു മിസ്റ്റിക്ക്, ഒരു ആത്മീയ ആചാര്യൻ എന്ന് പറയുമ്പോ കേരളത്തിൽ അനുഭവിക്കാൻ സാധിക്കും. കാരണം അത് പാശ്ചാത്യ ലോകത്തിലേക്ക് പുസ്തകങ്ങൾ വായിച്ചിട്ട് പറയുന്നത് തന്നെ. പാശ്ചാത്യ ലോകത്ത് പ്രജലവീക്ഷണത്തിലേക്ക് നമ്മൾ പറയുന്നത് ഈ ക്വാളിറ്റി ഇവിടെ എന്നൊക്കെ പറയുന്നില്ലേ, അതൊന്നും വായിച്ച് പ്രബോധനം കൊണ്ടിട്ടല്ല ഗുരുദേവൻ പറയുന്നത്. പിന്നെയോ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പാശ്ചാത്യ ലോകത്തിൽ ഇപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഒരു ആത്മീയ ആചാര്യനോട് പറയണമെന്ന് വിവേകാനന്ദൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ആധ്യാത്മികമായ ബോധ്യമാണ്. ഗുരുദേവൻ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, ജാതിയും മതവും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാ മതസ്ഥരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? പുസ്തകം വായിച്ചിട്ട് പറയുന്നത്. ഇന്ന് ഗുരുദേവ ദർശനങ്ങളെ പറ്റി വ്യാഖ്യാനിക്കുന്നവരും അവതരിപ്പിക്കുന്നവർ പോലും
പലപ്പോഴും ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം ഗുരുദേവനെ കാണാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെങ്കിലും അവരെല്ലാം നടത്തുന്ന ഒരു തെറ്റ്, ഗുരുദേവന്റെ സാമൂഹ്യ സമത്വ ദർശനം അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള അപാരമായിട്ടുള്ള ഉള്ളറിവിൽ നിന്ന് സംഭൂതമായതാണ് എന്ന വസ്തുത നമ്മൾ ഉണക്കിയത്. അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവൻ ഈ ആദിമമായ ഇവിടെ അവനെന്നും ഇവനെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒന്നേ ഉള്ളൂ എന്ന് പറയുകയല്ല, അദ്ദേഹം അനുഭവിക്കുകയാണ്. ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകവും, ഞാൻ 100 ശ്ലോകവും അനുവർത്തനിച്ചതാണ്. വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് കേൾക്കും, അതിനുള്ള ആവതില്ലായിരുന്നു. പക്ഷേ ഇത് സാധാരണ മനുഷ്യന് ഈ ശ്ലോകം വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഗുരുദേവന്റെ ഭാഷ കുറച്ച് കിടപ്പാണ്. ഇപ്പൊ തന്നെ ആകെ മണിക്കൂറിന് നിൽപ്പതെന്ന് പറയുന്നത് ഭംഗിയായിട്ട് എന്തൊരു സംഭവം അത്ര ഇന്റർനെറ്റ് ഒരു കുഴപ്പത്തിലെ കുഴപ്പത്തിൽ ഇങ്ങനെ പറയുന്ന എത്രയോ സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. നീ നാവികനാണ്, നീ ഭവാബ്ദിക്ക് നിന്റെ വാദം എന്താണ്? ആവി വൻതോണി സ്റ്റീംഷിപ്പാണ് നീ. നമ്മള് ഇവിടെ ഈ കള്ളി കിടന്ന് കൈകാലത്തടിക്കണം. അപ്പൊ നീ വെറും വള്ളമല്ല കേട്ടോ, ഈ കൊതുകു വെള്ളമല്ല, വൻതോണി. അതിന് വിശ്വസിക്കാതെ മുങ്ങി പോകത്തില്ല. അന്നത്തെ കാലത്ത് സ്റ്റീംഷിപ്പാണ് വലിയ ആധുനികതയുടെ ഏറ്റവും വലിയ സിഗ്നലാണ്. ആവി വൻതോണി. ഇവിടെ ഓരോരുത്തർ സ്കൂളുകളിൽ പോകുമ്പോ ആവിവാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ആവി വൻതോണി സ്റ്റീംഷിപ്പ് എന്നാണ് എനിക്ക്. അപ്പോ ഗുരുദേവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ള ഒരു ശക്തിയുടെ മുമ്പിൽ എല്ലാം, ഈ പ്രാപഞ്ചികമായി കാണുന്നതെല്ലാം ഒരൊറ്റ ചൈതന്യത്താൽ അങ്ങനെ ഭാസിക്കുന്നുവല്ലോ എന്ന ആ ഉള്ളറിവ് ഒരു ആധ്യാത്മിക അനുഭൂതിയായി ഈ മരുത്തോളയിൽ എവിടെയൊക്കെ വെച്ച് ഗുരുദേവൻ സ്വായത്തമാക്കിയ ഒരു അറിവുണ്ട്. അവിടെയാണ് ഇവിടെ തന്നെ പറയുന്നത്, എണ്ണിയായിട്ട് എല്ലാം ഒടുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊരുളാണ്, അതാണ് പൊരുള്, ബാക്കിയൊക്കെ നിഴലാണ്. അവനൊന്ന് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിലൊന്നൊരു കാര്യമില്ല, ഇതിനപ്പുറത്തുള്ള ഒരു പൊരുളാണ്. ആ പൊരുളിൽ എന്താണ് അസ്പന്ദമാകണം. ഈ നമ്മൾ ഈ കാണുന്ന ഞാനെന്നും നീയെന്നും, ഈ നായരെന്നും ഈനവനെന്നും, ഈ ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും, പിന്നെ ഈ ആണെന്നും പെട്ടെന്നും ഒക്കെ പറഞ്ഞ് സമ്പന്നൻ ദരിദ്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വരവരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നീ സമ്പന്നൻ, ഞാൻ നീ ദരിദ്രൻ, ഞാൻ സമ്പന്നൻ. നീ ഒരിക്കലും സമ്പന്നല്ലോ, നീ ദരിദ്രൻ, ഞാൻ സമ്പന്നൻ. നീ മോശക്കാരൻ, ഞാൻ നല്ലത്. അങ്ങനെ പലതരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ ഇതൊരു കാര്യമില്ല. അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദ്യമായ ഒറ്റ സത്ത പലതായി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കാനുള്ളതാണ് മായ. അങ്ങനെ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞവരാണ് ഈ മിസ്റ്റേക്കുകൾ. യേശുക്രിസ്തുവാണെങ്കിലും രമണ മഹർഷിയാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടല്ലോ. ഈ സത്യം ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ, എനിക്കിത് ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. അതാണ് വ്യത്യാസം. അനുഭവവും അറിവും അനുഭവവും പഠിത്തവും ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, മലയാളം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ ബുദ്ധനാവാത്തതാണ്, നമ്മൾ ശ്രീബുദ്ധനാവാത്ത കാര്യം എന്താണ്, നമ്മൾ നാരായണ ഗുരുദേവനാവാത്ത കാര്യം എന്താണ്, നമ്മൾ രമണ മഹർഷിയാവാത്ത കാര്യം എന്താണ്, യേശു ക്രിസ്തുവാവാത്ത കാര്യം എന്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മസ്തിഷ്കത്തിലെ ഒരു ആശയം മാത്രം. എന്നാൽ ആശയം അനുഭവമായി മാറുമ്പോഴോ നമ്മളെ ചുറ്റും കാണുമ്പോൾ ഒക്കെ മാറിക്കഴിഞ്ഞല്ലോ. പിന്നെ ആരെയും നമുക്ക് ആശ്ലേഷിക്കാം, പിന്നെ എല്ലാം ഭ്രാതാക്കൾ മാത്രം, പിന്നെ എന്റെ തന്നെ സത്ത പിന്നിൽ എന്നറിയുന്ന ഔന്നത്യത്തിൽ നിന്നിട്ടാണ് ഗുരുദേവൻ പറയുന്നത്, പിന്നെ ഈ ഒരു ജാതി ഒരു മതമേ ഉള്ളൂ, മനുഷ്യനൊരു ജാതിയെ ഉള്ളിട്ട് വേറെ ജാതികളൊന്നുമില്ല സുഹൃത്തെ എന്ന് പറയുന്നതിനകത്തുള്ള ആത്മാർത്ഥതയും നിർബന്ധവും നമ്മൾ മനസ്സിലാക്കണം. ഗുരുദേവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ അനാചാരം എന്ന് പറഞ്ഞ അജ്ഞതയും അറിവില്ലായ്മയിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് ഈ ഗുരുദേവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഞാൻ എപ്പോഴും അറിയില്ല. കാരണം അദ്ദേഹത്തിനാണെങ്കിൽ ഇതെല്ലാം വെറും കോപ്രായങ്ങളാണല്ലോ. നിന്റെ ജാതി, നിന്റെ എന്ത് കാര്യം അവരിവൻ അറിയുന്നതൊക്കെ ഓർത്താൽ അവൻ ഈ രാജ്യമായ വരും. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി കാണണം. കാരണം അവരെന്നെ നീയുമായി വ്യത്യാസമില്ല, അവരെ തന്നെ നീ എന്റെ സുഖത്തിന് ആചരിക്കുന്നവ മറ്റവരും കൂടി സുഖത്തിനാണ്, അല്ലാതെ അവൻ പാരവയ്ക്കായിരിക്കും സുഖം. കാരണം നീ അവൻ തമ്മിൽ വ്യത്യാസമില്ല. ലോജിക്കാണ്, യുക്തിഭദ്രമായിട്ട് ഗുരുദേവൻ സംസാരിക്കും. ഈ കവിതയാണെങ്കിൽ യുക്തിഭദ്രമാണ്. അവനിവനെന്ന് അറിയുന്നത് ഒരു ആത്മരൂപമായതിനാൽ therefore
ഈ ടീച്ചർമാരെ പഠിപ്പിക്കുമ്പോൾ ഒത്തിരില്ലോ നീ അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നീ നിനക്ക് കുളത്തിൽ ചെയ്യുന്നത് അവനുള്ള കുളത്തിലായിക്കോളും, നീ അവന് മുമ്പ് തന്നെ. ഞാൻ ഗുരുദേവന്റെ മനസ്സിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കും. ഗുരുദേവന് ഹരിതബോധമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആളുകളുടെ കോപ്പായങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഗുരുദേവൻ നല്ല വന്നപ്പോൾ എന്ത് മണ്ടന്മാരുടെ എന്തൊക്കെയോ കാണിക്കുന്നു. അതാണ് ഗുരുദേവന്റെ ആത്മീയത. ആ ആത്മീയതയെ ഊന്നിക്കൊണ്ടാണ് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാവണമെന്നും ഇവിടുത്തെ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യത്വത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നുമൊക്കെ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് ആത്മീയതയിൽ. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയമായിട്ടുള്ള അടിത്തറയെ വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നെന്ന് മാത്രം പറയുന്നത് അദ്ദേഹത്തിനുള്ള ദേശം അനുഭവിക്കുകയാണെന്നാണ് വിശ്വാസം. ആത്മീയത എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് എന്നാണ് ധരിക്കുന്നത്. അങ്ങനെ ധരിച്ചു പോകുന്നുണ്ട് ചിലർ. ആത്മീയത എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമേ അല്ല, ഭൗതികമായി കാണുന്നതിന് അപ്പുറത്തുള്ള പൊരുളുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ആത്മീയത. നമ്മുടെ നാട്ടിനെ പോലെ കാണുന്നതിനപ്പുറം പൊരുളുണ്ടോ ജീവിതത്തിന് എന്ന് അന്വേഷിക്കുന്ന സാധനയാണ്. നമ്മൾ കാണുന്നത് മാത്രമേ ഉള്ളൂ ലോകത്ത്. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? സ്നേഹപ്രവൃത്തിയല്ലേ കാണാൻ സാധിക്കും. കാറ്റ് നമ്മൾ കാണുന്നില്ല. കാറ്റ് മരത്തിൽ ഇളക്കുമ്പോൾ മാത്രമേ നമ്മൾ കാറ്റ് കാണുന്നുള്ളൂ. അതുകൊണ്ട് കാറ്റ് പറയാൻ സാധിക്കുമോ എന്ന് പറയുന്നത് പോലെ ഈ ഭൗതികമായ ലോകത്ത് നിയന്ത്രിക്കുന്ന അതിഭൗതികമായിട്ടുള്ള ഭൗതികേതരമായിട്ടുള്ള സത്തയുണ്ടോ എന്ന അന്വേഷണത്തിൽ നമ്മുടെ മനസ്സ് എപ്പോൾ സത്യമാകുന്നുവോ അപ്പോൾ നിങ്ങളുടെ ആത്മീയത ആത്മീയമായ അടിത്തറയിൽ വേണം നമ്മുടെയും സാമൂഹ്യ അവബോധം കെട്ടിപ്പടുത്താൻ. അല്ലാതെ ഞാൻ ഇന്ന പാർട്ടി പ്രവർത്തകനാണ്, അതുകൊണ്ട് ഞാൻ സാമൂഹ്യമായിട്ട് കാര്യമിരിക്കണം. ഞാൻ വേറൊരു പാർട്ടി പ്രവർത്തകനാണ്, അതുകൊണ്ട് അതിനൊക്കെ അർത്ഥമില്ല. ഒരു സത്യമല്ലേ വേണം. ദൈവം എന്ന് പറയുന്ന ഒരു സത്യമല്ലേ ഉള്ളൂ. അത് ഇന്ന പാർട്ടിക്ക് ഒരു സത്യം, വേറൊരു പാർട്ടിക്ക് വേറൊരു സത്യം. ഒരു ജാതിക്ക് ഒരു ദൈവം, ഒരു മതത്തിന് ഒരു ദൈവം, വേറൊരു മതത്തിന് വേറെ. അതൊന്നും ദൈവങ്ങളല്ല. അതുകൊണ്ടാണ് വല്ലാത്ത ദൈവത്തെ പറ്റി പറയുമ്പോൾ ദൈവം എന്ന് ഉപയോഗിക്കുന്ന അതുകൊണ്ടാണ്. കാരണം ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഒന്നേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഒരുപാട് ദൈവങ്ങളുടെ വിലയില്ല. അത് നമ്മളെ പോലെ അത് ദൈവങ്ങൾ എന്ന് പ്രയോഗിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയില്ല. സത്യം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരു ഉമ്മയേ ഉള്ളൂ. ആ ഉമ്മ എന്നിലും നിന്നിലും എല്ലാവരും അവിടെയാണ് ഗുരുദേവന്റെ ഈ ചിന്ത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം. ഞാനൊരു പഠന ശിബിരമാണ് പഠന ക്ലാസ്സിൽ കാണുമല്ലോ. എന്നാൽ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവദശകത്തിലേക്ക് നമ്മൾ കടന്നാൽ ഞാൻ ഓരോ പ്രധാന പദവും ഇരിക്കുകയാണെന്ന് ഞാൻ മുതിരുന്നില്ല. കുറച്ചു കാലം അദ്ദേഹം ഞാനെങ്കിൽ നല്ലൊരു അദ്ദേഹമാണ് വേറെ പോയി. ഈ ദൈവദശകം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ലളിതമാണ്. എല്ലാവരും ലളിതമാണ്. അദ്വൈതാശ്രമത്തിൽ അദ്ദേഹം താമസിക്കുമ്പോൾ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഗുരുദേവൻ എന്ന് പറയുന്ന കവിയുടെ മുമ്പിൽ നമ്മൾ 10 തവണ തന്നെ നമസ്കാരം. കാരണം അദ്ദേഹത്തിന്റെ പദാവലി, അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ പേരുള്ള ഒരു ഗ്രൂപ്പ്, പറയേണ്ട ഉചിതമായിട്ടുള്ള പദാവലി ഒക്കെ തന്നെ ഓർത്താൽ അദ്ദേഹം ഒരു ആത്മീയത പോട്ടെ കവി എന്നുള്ള നിലയ്ക്ക് അത്യുജ്വലനായ ഒരു കവിയാണ്. ഞാനിവിടെ ഇടയ്ക്ക് ഗുരുനാരായണ പ്രസാദിന്റെ നാരായണ ഗുരുവിലേക്ക് പ്രസംഗിക്കപ്പോയി നടക്കുമ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, അന്നേ മലയാള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് നിങ്ങളെപ്പോലെ എഴുത്തുകാരെ ശ്രീനാരായണ ഗുരുവിനെ കവിയായിട്ട് കൂട്ടാത്തതെന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കാൻ പറ്റിയ കസേര സാഹിത്യത്തില്ലാത്തതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ആദിശങ്കരനൊക്കെ ഒരു കസേര കൊടുത്തു. അത്രമാത്രം കവിത്വവും ഗുരുത്വവും ആത്മീയതയും ഒന്നിച്ചു ചേർന്ന ഒരു മാനുഷിക പ്രതിഭയാണ്. അത് എല്ലാം കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ആത്മോപദേശ ശതകം അദ്ദേഹത്തിന്റെ ഉപനിഷത്താണ്. ആത്മോപദേശ ശതകം അദ്ദേഹം ഞാൻ ചെയ്യാൻ ശ്രമിക്കുമെന്ന് അറിയാമോ? എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമാവുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയ അനുഭൂതി ഉണ്ടല്ലോ. എല്ലാവരും നടന്നിരിക്കുന്ന ഒരു സത്തയെ വെച്ച് അദ്ദേഹം അനുഭവിച്ച ആ നിർവൃതി, അത് നമ്മളുമായിട്ട് പങ്കിടാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൽ ഭാഷയുടെ പരിമിതി മനസ്സിലാവുകയാണ് ഗുരുവിന്. അതുകൊണ്ടാണ് ആശാൻ പറയുന്നത് ഭാഷയിൽ അപൂർണമില്ല.
എന്ത് വലിയ ചെയ്യാൻ വയ്യ, പറയാനും വയ്യ, ഒന്നും സാധിക്കുന്നില്ല. കാരണം അത്രയും ഉജ്ജ്വലമായിട്ടുള്ള അനുഭവമാണ് ഗുരുദേവനുണ്ടായി. അത് പറയാൻ വേണ്ടിയിട്ടാണ് 100 ശ്ലോകം എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ ദൈവദശകത്തിൽ ദൈവത്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തെ അനുസരണ പ്രാർത്ഥനയ്ക്ക് അതീതമായി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ദാർശനികമായിട്ടുള്ള ആശയങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദാർശനികമായിട്ടുള്ള ചില ആശയങ്ങൾ. ഒന്ന്, എന്താണ് ഈ സൃഷ്ടി? ഈ സൃഷ്ടി നമ്മുടെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഞാനും ഈ ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്? അദ്വൈതമാണ് പറയുന്നത്. ഈ ദൈവവും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ദൈവം നമ്മളെ ഉണ്ടാക്കി, ദൈവം അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതാണോ ബന്ധം? പിന്നെ എന്താണ് ഈ മായ എന്ന് പറയുന്നത്? ദൈവം എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പറയുന്നു, പിന്നെ ദൈവം മായയാണെന്ന് പറയുന്നു എന്നൊന്നും അറിയില്ല. സാധാരണ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം. ആ സാധാരണ മനുഷ്യന്റെ കൺഫ്യൂഷൻ എന്താണ്? ആ സാധാരണ മനുഷ്യൻ ആശയക്കുഴപ്പം ലക്ഷ്യത്തോടു കൂടി ദൈവം ആരാണ്? ദൈവം എവിടെയാണ് വസിക്കുന്നത്? ദൈവം നീ തമ്മിലുള്ള ബന്ധം എന്താണ്? ദൈവത്തെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു? ഇത്തരത്തിലുള്ള ആശയങ്ങളെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വൃത്തത്തിൽ അതേപോലെ പറഞ്ഞിരിക്കുകയാണ്. ഞാനതിനകത്ത് 4-ാമത്തെ ശ്ലോകത്തോട്ടാണ്. ഓരോ ശ്ലോകത്തിൽ നമുക്ക് ഓരോ പറയാനുണ്ട്. ഉദാഹരണത്തിന്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യനാഥ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ കവികളെ ഉപയോഗിച്ചാൽ അവിടെ വേണമെങ്കിൽ ധനികനാണെങ്കിൽ ഉപയോഗിക്കും. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ദൈവമേ സമ്പന്നമായിട്ട് ജീവിക്കട്ടെ, ധനികരാകും എന്ന് ഗുരുദേവൻ പറയുന്നില്ല. ധന്യതയാണ്, ധനമല്ല. അതുപോലെ കുറെ പറയുന്നത് എന്താണ്? അമിതമായ ധനം വേണ്ട, അന്നവസ്ത്രാദി മുട്ടാതെ. ഒരു പരമാവധി നിറച്ച് തുണി വേണ്ടായിരുന്നു, 10,000 നിറച്ച് നെല്ലും വേണ്ട, അന്നവസ്ത്രാദി മുട്ടാതെ. അങ്ങനെയാണ് യേശു ക്രിസ്തു പറയുന്നത്. ഈ പിന്നെ ഞാൻ ഈ പറവുകളെ സൃഷ്ടിച്ചത് അവർക്ക് വേണ്ടി അവർക്ക് 10,000 വരുന്നുണ്ട്. അവർക്ക് പറമ്പുണ്ടോ, കൃഷിയുണ്ടോ? അതൊന്നുമില്ല. അവരെ സൃഷ്ടിച്ചുവെങ്കിൽ അവരെ പോറ്റാനിരിക്കാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ മാണങ്ങളൊക്കെ പറയുന്ന അവിടെയാണ്. എന്ന് പറയുന്ന പറവകൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് അത്രയും കരുതിയാൽ മതി. ഒരു പക്ഷിയും ഒരു മൃഗവും മൂക്കറ്റം തിന്നുന്നില്ല. അവസാനം എമ്മപ്പെടാൻ പോലും വൈകത്തിൽ പിന്നെ ചാക്കിൽ നെല്ല് കയറ്റുന്നത് പോലെ കുലുക്കി അവർക്ക് തരുന്നില്ല. ചില കടകളിൽ പോയി കുലുക്കിയാണ് അതിന്റെ ആവശ്യമാണ്. അങ്ങനെ ഒരു ആരോഗ്യം വിശ്വസിക്കുകയുണ്ടോ മലയാളി? അപ്പോഴാണ് ഗുരു പറയുന്നത്, അന്നവസ്ത്രാദി മുട്ടരുത്. അത് മതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, നമ്മുടെ ജീവിത സമീപനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഉത്കൃഷ്ടത എന്തുമാത്രമായി. ഞാൻ പിന്നെ കോവിഡ് കാലത്ത് ഒരു പുസ്തകം എഴുതാൻ ചെയ്യും. എന്താ എഴുതാൻ കാരണം ചോദിച്ചത്, നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ശബ്ദം എടുത്ത് ഇറങ്ങുമല്ലോ. 2 വർഷം ഇറങ്ങിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയില്ല. അപ്പൊ നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ശബ്ദിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇവിടെ പുസ്തകം സ്ഥലമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ, കാറ് കിടക്കുന്നത് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആലോചിച്ചപ്പോ ജീവിതത്തിന്റെ സത്യം എന്താണ്, സൗന്ദര്യം എന്താണ്? ഇതൊന്നും വേണ്ടാതെ ലളിതമായി ജീവിക്കും. ലളിത ജീവിതമാണ് പുസ്തകത്തിന്റെ. എത്ര സമ്പത്തുണ്ടെങ്കിലും എത്രയും ലളിതമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ആ ലാളിത്യത്തിലാണ് സൗന്ദര്യവും സന്തോഷവും. ഞാൻ എഴുതിയൊരു പുസ്തകമാണ്. പക്ഷെ അതിന്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ഈ ആശയമാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ. അതാണ് ധന്യത. ഇല്ലെങ്കിൽ ധനികനായിരിക്കും. ധന്യതയില്ല, ധന്യതയുള്ളവന് ധനവുമില്ല. ആവശ്യമില്ലാത്ത ധനമില്ല. ധന്യതയാണ്. ധനവും ധന്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഷ്ടംപോലെ ധനമുള്ളവർ ഇല്ലാത്തൊരു സ്ഥലത്തിൽ ധന്യതയാണ്. ധന്യത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ അർത്ഥം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സംതൃപ്തി, കണ്ടന്റ് എന്നൊക്കെ പറയുന്നത്. ധന്യത, പ്ലസ് ഞാൻ അനുഗ്രഹീതനാണ്, ഒരു ആവശ്യവുമില്ല. എന്താ കാരണം? എന്റെ അന്നവും വസ്ത്രവും ഒന്നും മുട്ടിയിട്ടില്ല. ഇത് രണ്ടും വേണമല്ലോ നമുക്ക് ജീവിക്കാൻ. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യനാക്കുന്നു. അപ്പോ ജീവിതം എങ്ങനെ ഇരിക്കണമെന്നും
ഈ മറ്റ് വസ്തുക്കളോട്, ജീവിതത്തിന്റെ ആഡംബരങ്ങളോടും ആവശ്യങ്ങളോടുമുള്ള നമ്മുടെ ബന്ധം എന്തായിരിക്കണമെന്നും ഒരു സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ കേവലം 4 വരിയിലൂടെ. അതുകൊണ്ട് നമ്മളിപ്പോ വസ്ത്രാദികൾ ഉണ്ടാകുന്നത് ഉപേക്ഷിച്ച് ഞങ്ങളെ പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിത ഫിലോസഫിയില്, നമ്മുടെ ജീവിത വിശ്വാസങ്ങളിൽ ഈ അന്നവസ്ത്രാദികൾ ഉണ്ടാകുന്നത് അപേക്ഷിച്ച് ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് നേരെ ലുലുവിലേക്ക് പോയിട്ട് കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ മുടക്കി കുറച്ച് ഇനിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് നമുക്കറിയാം. അതിന്റെ ആവശ്യമില്ല. അന്നവസ്ത്രാദികൾ കിട്ടാതെ കിട്ടിയാൽ മതി. അതോടുകൂടി ജീവിതത്തിന്റെ ദുരമാർഗത്തോടുകൂടി വേണ്ടാത്ത തരത്തിൽ പണം അപഹരിക്കുകയും പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചിന്ത മാറും. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തത് വഴി ഉണ്ടായ മനോദുഃഖം മാറും, അസുഖങ്ങൾ മാറും, എല്ലാം മാറും. കേട്ടോ, സിമ്പിളാണ്. ഇത് ഗുളിക തന്നിരിക്കുകയാണ്. ജീവിതത്തിന്റെ ആധുനിക ജീവിതത്തിന്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം എന്താണ്? നമുക്ക് അന്നവസ്ത്രം കിട്ടാതെ കിട്ടിയാൽ പോരാ, നമുക്ക് ഇഷ്ടം പോലെ വേണം. ഈ ജയിക്കുന്നത് വേണം. ഒരു ഷർട്ട്, ഒരു പാന്റും 10 രൂപ പോരട്ടെ. 2 ചപ്പാത്തി കഴിച്ച് പോരാ, ഷവർമയും വരട്ടെ, മറ്റുള്ളതും വരട്ടെ, എല്ലാം വരട്ടെ. ഇതാണ് മനുഷ്യന്റെ ദുഃഖത്തിനും ദുരിതത്തിനും കാരണമായി തീർന്നിരിക്കുന്നത് എന്ന് ഇന്ന് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു ആഡംബരം നടക്കുന്ന സമയം. ഉപഭോഗ സംസ്കാരത്തിന് മഹോത്സവം നടക്കുകയാണ് ഇവിടെ. ഇത്രമാത്രം പുസ്തകമാണ്, ഇത്രമാത്രം ഭക്ഷണശാലകളാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. നമ്മുടെ ശരീരം വേറെ ആരുടെ ശരീരമാണെന്നുള്ള മട്ടിലാണ് നമ്മുടെ വിചാരം. വാടകയ്ക്ക് ശരീരമാണെന്നാണ് നമ്മുടെ വിചാരം. നമ്മുടെ ബൈക്കൂടെയാണ് പോകുന്നത്, പക്ഷേ ശരീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറും. ഈ ആധുനിക ജീവിതത്തിൽ ഒരു സ്ട്രെസ്സും ഇല്ലാതെ, ഒരു സംഘർഷവും ഇല്ലാതെ, മനോസംഘർഷമില്ലാതെ സുഖമായി ജീവിക്കാം. ഇങ്ങനെ അന്നവസ്ത്രാദി മുട്ടാതെ കാര്യങ്ങൾ നടന്നാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിൽ ജീവിതത്തിന്റെ സമസ്ത ദുരിതങ്ങളും അതോടെ തീരും. അന്നവസ്ത്രാദികൾ മുട്ടുകയുമില്ല. ഇത് മുട്ടാതെ വാങ്ങിച്ചു വെച്ച സസ്യം ജീവൻ മുട്ടിപ്പോകുന്ന സ്ഥിതിയിലിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ അർത്ഥമുണ്ട്. ലളിതമായ ഒരു ജീവിത ശൈലിയിലേക്ക്, അമിത ഉപഭോഗത്തിൽ നിന്ന് തിരിച്ചു വന്ന് ലളിതമായ പ്രകൃതിയോട് ഇടങ്ങുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഈ 4 വരി സമർത്ഥമാണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പാരിസ്ഥിതികമായ പ്രതിസന്ധി. എങ്ങനെയാണ് ഈ പാരിസ്ഥിതിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? മനുഷ്യന്റെ കൺസ്യൂമറിസമാണ്. മനുഷ്യൻ വേണ്ടതും വേണ്ടാത്തതും സൃഷ്ടിച്ചും ഉത്പാദിപ്പിച്ചും ഉപഭോഗം നടത്തിയും അത് വേസ്റ്റ് ഉണ്ടാക്കിയും എല്ലാം സമസ്ത നമ്മുടെ പുഴകളെയും കടലിനെയും കായലിനെയും ഒക്കെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാടുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാടുകളെ ഒക്കെ വെട്ടിക്കുഴിച്ച് ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വാങ്ങിക്കഴിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള സമസ്ത ദുരന്തത്തിന്റെയും കാരണം നമ്മുടെ അമിതമായിട്ടുള്ള ഉപഭോഗ ത്വരയാണ്. അപ്പൊ ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ പുതിയ നാഗരികത. അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ പോയാല് അവരുടെയൊക്കെ വീട്ടിൽ പോയി നമ്മൾ താമസിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു സോപ്പുണ്ടാവും, ഒരു ടൂത്ത്പേസ്റ്റ് ബ്രഷും ഉണ്ടാവും, ഒരു കമ്പീലും ഉണ്ടാവും, പിന്നെ എത്ര കൂടെ അല്ലെങ്കിൽ ഒരു ഷാമ്പൂ കാണിച്ചു. എന്നാൽ ഒരു അമേരിക്കൻ സാധാരണ വീട്ടിൽ, ഒരു ആവറേജ് അമേരിക്കന്റെ വീട്ടിൽ പോയാൽ മലയാളി ആണെങ്കിൽ പോലും അവന്റെ കുടുംബങ്ങളിൽ കാണുമ്പോൾ 25 തരം ഷാമ്പൂ. അപ്പൊ ഞാൻ ഒരു തലയിൽ 25 ഷാമ്പൂ ഇത് തീരെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോയി വാങ്ങിക്കും. അവിടെ പോകുന്ന സാധാരണ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനെ പോലെ ഒരു തരം ഈ ആവേശം കൂട്ടി ഇങ്ങനെ ജീവിക്കുന്ന ത്വര, ജീവിത ത്വര, അതി ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് ഈ ഭൂമിയുടെ, ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, ഈ ഭൂമിയുടെ ആരോഗ്യം മുഴുവൻ നശിച്ചതിന്റെ കാരണം ഈ ഒരു സമ്യക് ദർശനം ഇല്ലാതെ നമ്മുടെ ദുരയാണ്. ഗാന്ധിജി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്. There is everything in nature for your need, but not to satisfy your greed. ഇത് നമ്മുടെ ഗ്രീഡാണ്, ദുരയാണ് ഇത് നമ്മളെ പക്ഷേ സമ്പന്നന്മാരുടെ ജീവിത ശൈലി, പാശ്ചാത്യ ലോകത്തിന്റെ ജീവിത ശൈലി കണ്ടാൽ നമ്മൾ അന്താരിച്ചു പോകും. അവരെ പഠിപ്പിക്കേണ്ട ഒറ്റ ശ്ലോകമാണ്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു. ഇവിടെ അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധ്യതയില്ല. ഒരു അമേരിക്കക്കാരനോട് ഈ ശ്ലോകം പരിഭാഷപ്പെടുത്തി കൊടുത്താൽ അവൻ ചോദിക്കും, വാട്ട് ഇസ് ഇറ്റ് മീൻ എന്ന് പറഞ്ഞ് നീ 2 പീസ് ഒരു ഷർട്ട് നടന്നാൽ മതി. സാധ്യമല്ല, പോയ സംസ്കാരമാണ്. അപ്പോ ഈ
ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിന്റെ ഒരു ത്രാണനം അല്ലെങ്കിൽ ഒരു മോചനം, അതിലൊരു സുസ്ഥിരതയിലേക്കുള്ള മടക്കം, സുസ്ഥിരതയിലേക്കുള്ള മടക്കത്തിന് നമ്മുടെ ജീവിത ശൈലിയെ എങ്ങനെ മാറ്റിമറിക്കാമെന്ന് ഈ മൂന്നാമത്തെ ശ്ലോകം നമ്മളോട് പറയുന്നു എന്ന് ഇനി ഈ ദൈവദശകം പാടുമ്പോൾ നിങ്ങൾ ഓർക്കണം. ഞാൻ ഒരുപാട് ദുരൂഹത്തിൽ ഞാൻ വേഗം ചെയ്തോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന ആത്മപരിശോധന നമ്മുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പിണർ പോലെ പോകാൻ ഇനി മുതൽ ഈ പ്രഭാഷണത്തിന് ശേഷം മൂന്നാമത്തെ ശ്ലോകം കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതാണ് ഗുരുദേവനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നന്ദി എന്ന് പറയുന്നത്. ഗുരുദേവൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അന്നവസ്ത്രാലും കിട്ടാതെ മതി. ഇനി താഴോട്ട് വരുമ്പോ ഇതിനകത്ത് 4-ാമത്തെ ശ്ലോകം മുതലാണ് ഇതിനകത്തുള്ള ദാർശനിക ചിന്ത വരുന്നത്. ആനയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയിൽ നിന്ന് പതിമയും ഈ 4-ാമത്തെ ശ്ലോകവും അവസാനത്തെ ശ്ലോകവും ചേർത്ത് വായിച്ചാൽ ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയിൽ നിന്ന് പതിമയും ഉള്ളിലാകണം. അത് അവസാനത്തെ ശ്ലോകത്തിലാണ്. ആഴവേറും നിമഹസ മാനിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം വാഴണം സുഖമായി വാഴണം. ആ സുഖം എന്നുള്ള വാക്ക് നമ്മൾ 2-3 മണിക്കൂർ സംസാരിക്കണം. സുഖമായി വാഴണം. എനിക്ക് എങ്ങനെ വാഴണം? ആഴണം എന്നിട്ട് ആഴണം. ആണ്ട് കഴിഞ്ഞാലോ ആണ്ട് കഴിഞ്ഞിട്ട് വാഴണം. നിത്യം ജേർണലി എങ്ങനെ വാഴണം. അപ്പൊ നമ്മുടെ വാഴിന് സുഖം വേണ്ടത്ര ഇല്ല എന്നല്ലേ അതിന്റെ സൂചന. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. മനുഷ്യരെ കാമക്രോധ മോഹലോപാധികൾ കൊണ്ട് ഓരോന്നിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം ഇത് പോരട്ടെ, അതും പോരട്ടെ, ഇതും പോരട്ടെ, ഇത് എനിക്കുള്ളതാണ്, എനിക്ക് ഞാൻ തരില്ല, എനിക്ക് വേണം എന്നുള്ള കാമക്രോധ ലോകമോഹം ഇതിൽ നിന്ന് അപകരിച്ചാൽ പിന്നെ ഞാൻ ഒരു പരിവമാക്കി കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകൾ കൊണ്ട് നയിക്കപ്പെടുന്ന നമുക്ക് സുഖം എവിടെ? എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ പിടികൂടുന്നു എന്ന് ചോദിച്ചാൽ, ഞാനും അന്യനും മറ്റവനും ഒന്നാണ് എന്ന വിചാരം ഇല്ലാത്തത്തോളം കാലം അന്യന്റെ മുതൽ നമ്മൾ അപകരിക്കും, അന്യന് പീഡയുണ്ടാക്കും. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവൻ പാര വ്യക്തി. അവന്റെ വളർച്ചയിലും സന്തോഷത്തിലും നമുക്ക് സന്തോഷം ഉണ്ടാവുകയില്ല, മാത്രമല്ല ലേശം അസൂയ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ എന്താ പ്രശ്നം? കാരണം അവൻ വേറെയാണല്ലോ, ഞാൻ വേറെ, എന്റെ കുടുംബം വേറെ ആണല്ലോ. ഈ ചിന്ത ഉള്ളിടത്തോളം കാലം ഈ ദൈവദശകത്തിന്റെ ഫുൾ പവർ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയില്ല. ദൈവദശകത്തിന്റെ ഫുൾ പവർ കയറണമെങ്കിൽ ആദ്യം ഈ ഒന്നൊന്നായി എണ്ണി തൊട്ടും പോയിട്ട് അതൊന്നല്ലോ ആ ശ്ലോകം അവനവനെന്നുള്ള വ്യത്യാസം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കിടക്കുമ്പോ ഒരു പറയുന്നു അതിനുശേഷം എനിക്ക് സുഖമായി വാഴാം. പക്ഷെ അതിനൊന്നും കുറച്ച് ജോലികളുണ്ട്. അതാണ് പറയുന്നത്. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം പറഞ്ഞാൽ 5-ാമത്തെ, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായത് സൃഷ്ടിയില്ലാതെ. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുന്ന സാമഗ്രിയായ. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ദാർശനിക ചിന്തയുടെ എന്താ പറയുന്നത്, അതിന്റെ അതിന്റെ സത്ത ഇതിനകത്തുണ്ട്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായത്. ഇത് നമുക്കറിയാം. നീയാണ് സ്രഷ്ടാവായത് എന്നുള്ളത് നമുക്കറിയാം. ലോകം ഉണ്ടാക്കിയ ദൈവമാണ്. നീ തന്നെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ സൃഷ്ടിയാരാണ്? നമ്മളാണ്. ഇവിടുത്തെ ഈ മരങ്ങളും ചെടികളും പുഴകളും പുഴുവും മനുഷ്യനും സകലതും ഈ ജീവചരാചരങ്ങൾ നമ്മൾ പറയുന്ന ചരവും അചരവുമായിട്ടുള്ള എല്ലാം അവിടുത്തെ സൃഷ്ടി. അപ്പൊ പറയുന്നു നീ തന്നെ സൃഷ്ടി, നീ തന്നെ സൃഷ്ടാവ്. അപ്പൊ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ലേ? നീ തന്നെയാണ് സൃഷ്ടിജാലം. അപ്പോ ഇത് എവിടെ നിന്ന് വന്നു ഈ സൃഷ്ടി?
പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ഇമ്പോർട്ട് ചെയ്തതാണ്. ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? ഭൂമിക്കകത്തല്ല. ഇത് എവിടെ ഇമ്പോർട്ട് ചെയ്ത മാസിക വികസിക്കുന്നുണ്ട്? ഇല്ല. നീ എല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായി. You are the material out of which we are made. ഈ സൃഷ്ടി നിങ്ങൾ അറിയില്ല, ഡീപ്പായിട്ട് പോയിട്ടൊന്നും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ തന്നെ, ദൈവം തന്നെ. വേറെ സാമഗ്രി ഇല്ല കേട്ടോ. കാരണം ഈ പരമ്പൊരുൾ എല്ലാം നിറഞ്ഞിരിക്കുന്നത്, എവിടെയും നിറഞ്ഞിരിക്കുന്ന ഈ പരമ്പൊരുൾ അല്ലാതെ വേറെ പൊരുളില്ലല്ലോ. വേറെ പൊരുൾ കടമാനിക്കൽ പ്രവൃത്തിയില്ല, ഒറ്റ പൊരുളേ ഉള്ളൂ. അതാണ് ഉണ്മ, സത്യം. ഈ ഊർജ പ്രവാഹം, ഈ പ്രപഞ്ചം എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈ ഊർജ പ്രവാഹമാകുന്ന ഭഗവാൻ ആ ഊർജത്തെ എടുത്ത് സൃഷ്ടിയുണ്ടാക്കി, സൃഷ്ടിയാണ്. അത് ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ MC2 ഇത്ര എനർജി ഉണ്ടെങ്കിൽ ഈ മാച്ച് ആകും. അപ്പൊ എനർജിയെ കൺവേർട്ട് ചെയ്ത് മാച്ചുമാക്കി മരിക്കുമ്പോഴും അത് കൺവേർട്ട് എനർജി. അപ്പോ ഇതൊരു ക്ലോസ് സർക്യൂട്ടാണ്. ഇവിടെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈശ്വരൻ എന്താണ് ചെയ്യുന്നത്? ഈ സൃഷ്ടിജാലം ഉണ്ടാക്കുന്നത് എങ്ങനെ? നീ തന്നെയാണ് സൃഷ്ടിക്കേണ്ട സാമഗ്രിയായി. ആ സാമഗ്രി എന്നുള്ള വാക്കാണ് ഇൻസ്ട്രുമെന്റ് എന്നാണ്. യു ആർ ദ ഇൻസ്ട്രുമെന്റ്. നീ തന്നെയാണ് ഇതിന്റെ സാധനം ഉണ്ടാക്കുന്നത്. സൃഷ്ടിജാലത്തെ ഉണ്ടാക്കുന്ന വേറെ ആരുമില്ല. അപ്പൊ ദൈവവും സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഒരേ സാമഗ്രി കൊണ്ടാണ് രണ്ടും ഉണ്ടാക്കിയതെങ്കിൽ വല്ല ഭേദവുമാണ്. എന്തെങ്കിലും വ്യത്യാസം? ഈ കുടത്തിലെ എന്താണ്? ഈ മണ്ണ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിളക്കുണ്ടാക്കിയിരിക്കുന്നതും ഈ കുടം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ചട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. തമ്മിലൊരു വ്യത്യാസം, രൂപത്തിൽ മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ സൃഷ്ടിജാലത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സൃഷ്ടാവ് തന്നെ. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഭേദമാണ്, ഭേദമില്ല. ശരിക്കും പറഞ്ഞാല് ഈ അദ്വൈതത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. തത്വമസി എന്നൊക്കെ നമ്മുടെ സംസ്കൃതത്തിൽ പറഞ്ഞ് അത് നീയാകുന്നു എന്നൊക്കെ സംസ്കൃതത്തിൽ പറഞ്ഞ് തത്വമസി അത് ബ്രഹ്മാസ്മി എന്നൊക്കെ ഭഗവാൻ ഇവിടെ തന്നെ നമ്മുടെ നേരത്തുണ്ട്. വേണ്ടാത്ത സംസ്കൃതം പറയുന്നത്. സംസ്കൃതമാണെങ്കിൽ ഒരു പുസ്തകം ദർശനമാണെന്ന് സംസ്കൃതത്തിൽ പറയാൻ വേണ്ടി വെച്ചു. അതല്ല, ഇവിടെ സാധാരണക്കാരൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പച്ച മലയാളത്തിൽ പറയുന്നു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുന്ന സാമഗ്രി. അപ്പോൾ ദൈവത്തെ സംബോധന ചെയ്യണം. നീയല്ലോ ദൈവമേ സൃഷ്ടിയുടെ സാമഗ്രിയും അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെ തന്നെ, അങ്ങനെയല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് നീയല്ലോ മായയും. ഇനി മായ എന്താണ്? ഈ മായ കൊണ്ടാണല്ലോ സൃഷ്ടിയും സൃഷ്ടാവും ഒരു വ്യത്യാസമുണ്ട് നമുക്ക് തോന്നുന്നത്. ഇത് മായയ്ക്ക് അതീതമായി നിന്നുകൊണ്ടാണ് ഗുരു പറയുന്നത് ഇത് തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായിരുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഗുരുവിന് മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പൊ ഞാനും ഈ വ്യത്യാസമായി അമ്പലത്തിൽ പോയി നമ്മുടെ പുറത്തിരിക്കുന്ന ദൈവത്തിനോട് പറയല്ലേ, എനിക്ക് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അതിന്റെ പെറ്റീഷൻ അപ്രൂവ് വേറെ പറഞ്ഞിട്ട് കൊടുക്കുകയല്ലേ. അത് നമ്മുടെ വെളിയിലിരിക്കുന്ന ഒരു ബാഹ്യമായിട്ടുള്ള ഈശ്വരൻ എന്നുള്ള സങ്കല്പം കൊണ്ട് നടക്കുന്ന നമുക്ക് തേങ്ങ ഉടച്ച് നമുക്ക് പ്രസാദിക്കുന്നതായിരിക്കും. നമുക്ക് ചുറ്റി വിളക്ക് തെളിച്ചാൽ അകത്തിരിക്കുന്ന ദൈവം പ്രസാദിക്കുന്നതായിരിക്കും നമുക്ക്. അത് തെറ്റൊന്നുമില്ല, മാനസികമായിട്ടുള്ള കണ്ടീഷനിങ്. അത് തെറ്റൊന്നും ഞാൻ പറയുന്നത്. ദൈവം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിനോട് അപ്പോ ഗുരുവിന് മനസ്സിലായി, ഇത് അവർക്ക് മനസ്സിലാവില്ല. എല്ലാ ക്ഷേത്രത്തിൽ പോയി ദൈവം വ്യത്യസ്തമാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത് നീയും സൃഷ്ടിയും സൃഷ്ടാവും ഒന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗുരുവിന് മനസ്സിലായി പഴി ഇത് അവർക്ക് മനസ്സിലാവുമോ? അപ്പൊ പറയുന്നു നീയല്ലോ മായയും. ഈ മായ ഉണ്ടാക്കുന്ന ആരാണ്? നിനക്ക് ഞാനും നീയും വ്യത്യാസമാണ്, ദ്വൈതമാണ്, ദൈവം വേറെ മനുഷ്യൻ വേറെ എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്ന ആരാണ്? അത് നീ തന്നെ. വേറെ എവിടുന്നാണ്? നീയല്ലോ മായയും. എനിക്ക് മായ തരുന്നത് നീ തന്നെയാണ്. മായയും മായാവിയും. മായാവിയുണ്ട്, നലിക്കുകയാണല്ലോ. സൃഷ്ടമായിട്ടിരിക്കുന്നു, സൃഷ്ടിയായിട്ടിരിക്കുന്നു, സൃഷ്ടിയും മാറിയിരിക്കുന്നു. മായാവിയും അദ്ദേഹം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. മായാ വിനോദനം. ഈ മായയിൽ വിനോദം കാണുന്നവരാണ് ലീല. ലീല എന്ന് നമ്മൾ പറയുമല്ലോ. ഈ ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള ഒരു ലീലയുണ്ട്. ലീല, അതാണ് അങ്ങയുടെ ലീല. ടാഗോറിന്റെ ഗീതാഞ്ജലി ഒരു വാക്യമുണ്ട്, Thou hast created me endless, made me endless. അങ്ങനെ അനശ്വരമായി അനന്തമായി സൃഷ്ടിച്ചു. അതാണല്ലോ അവിടുത്തെ ലീല. അതാണ് ഇതിന്റെ ആനന്ദം. സത്യസ്ഥയാണ് ഇങ്ങനെ സൃഷ്ടിക്കുകയാണ്. നിന്നെ തന്നെ സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ സൃഷ്ടിയിൽ മറഞ്ഞിരിക്കുകയാണ്. അതാണ് മായ. അതാണ് നീയല്ലോ മായയും മായാവിയും മായാ വിനോദനും. ഇതൊക്കെ ഒരു പ്ലേഫുൾനെസ് ഉള്ളവരാണ്. ഈ ജന്മങ്ങൾ ഉണ്ടാവുകയും മരണം ഉണ്ടാവുകയും വിനയം ഉണ്ടാവുകയും ഇതൊക്കെ ക്ഷണനേരം കൊണ്ട് സംഭവിക്കുകയാണ് കേട്ടോ. നമ്മളാവുമ്പോൾ 25 വർഷം 90 വർഷം ജീവിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നീണ്ട ജീവിതമാണ്, അതിദീർഘമായ ജീവിതമാണ്. എന്നാല് ഈ പ്രപഞ്ചത്തിന്റെ സ്കെയിലിൽ നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് അവിടെ
ഒരു ചെറിയ ഡോക്ടറെ പോലും കിട്ടാനുള്ള സാഹചര്യം അത്രമാത്രം ചെറിയ സമയമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സ്കെയിലിൽ നോക്കിയാൽ നമ്മുടെ ജീവിതം മായാവിനോദമാണ്. ഇങ്ങനെ ജനിക്കുന്നു, മരിക്കുന്നു, പിന്നെ നൂറ്റാണ്ടുകൾ വന്നു പോകുന്നു. അവിടെ ത്യാഗോടെ വളരെ എനിക്ക് സാധിക്കുന്നു. ത്യാഗോട് പറയുകയാണ്, കാലം അങ്ങയുടെ കയ്യിൽ അനന്തമാണല്ലോ. ഒരു കാട്ടുപൂവിനെ പോലും പൂർണ്ണതയിൽ എത്തിക്കാൻ നിനക്ക് ദശാബ്ദങ്ങളുണ്ടല്ലോ, ശതാബ്ദങ്ങളുണ്ട്. സെഞ്ചുറീസ് ടു പെർഫെക്റ്റ് എ വൈൽഡ് ഫ്ലവർ. ഒരു കാട്ടുപൂവിന്റെ പരിപൂർണ്ണതയേക്കാൻ നൂറ്റാണ്ടുകളല്ലേ നേരിടുന്നത്. കാലത്തിന്റെ കാര്യത്തില് നീ കുബേരനാണ്, ഞങ്ങളോ കാലം. ഞങ്ങളുടെ സമയത്ത് 80 വർഷം 85 വർഷം എല്ലാം ചെയ്തു തീർക്കണം. ഇതുപോലെ 85 വർഷം ഭൂമികൾ നിസ്സാര സ്ഥലമാണ്. അത് ഞാൻ കവിത എഴുതി കൊടുത്തത്. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ വന്നെത്തിയിട്ടില്ലാത്ത അത്രയും ദൂരത്ത് നിന്ന് പ്രകാശകിരണങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 1,56,000 എത്രയോ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓടാനും വർഷങ്ങളായിട്ട് അത് നിൽക്കുന്ന ദൂരത്ത് നിന്ന് ആ പ്രകാശം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത്ര ദൂരത്താണ് അത് നിൽക്കുന്നത്. അപ്പോൾ എവിടെയാണ് അതുപോലെ നമ്മൾ ആരാണ്? ഈ അതിവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ എന്താണ് സംസ്കാരങ്ങൾ ഉണ്ടായി നശിച്ചു, രാജ്യങ്ങൾ ഉണ്ടായി നശിച്ചു, രാജാക്കന്മാർ ജനിച്ചു നശിച്ചു, എന്തെല്ലാം നശിച്ചു, പുതുതായിട്ട് വന്നു. അതൊക്കെ ഒരു സെക്കൻഡാണ്, മൈക്രോ സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മായാവിനോദം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ചെറിയ ജന്മത്തിന്റെ പിറവിയും അതിന്റെ അവസാനവും ഈ കോസ്മിക് സ്കെയിലിൽ നോക്കിയാൽ ഒരു നീർപ്പോടെ ഉറയുന്നതിന്റെ പ്രാധാന്യം പോലും ഇല്ലാത്ത ഒരു നിസ്സാരമായ സംഭവം. അങ്ങനെ അനേക കോടി ജന്മങ്ങളെ സൃഷ്ടിച്ചു, ധനിച്ചു, പിന്നെയും സൃഷ്ടിച്ചു. ഈ ക്ഷീരപഥങ്ങളിലെല്ലാം, ഗോളാന്തരങ്ങളിൽ, നക്ഷത്ര സമൂഹങ്ങളിൽ കടുകുമണി വിതറിയതുപോലെ, രത്നങ്ങൾ വാരി വിതറിയതുപോലെ എണിയാലൊടുക്കാത്ത നക്ഷത്ര സമൂഹങ്ങളെ വിരചിച്ചുകൊണ്ട് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാചൈതന്യത്തില് ഈ 85-90 വർഷവും ജീവിക്കുന്ന ഈ ഭൂമി ഇങ്ങനെ കറങ്ങി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമുണ്ട്? എന്നിട്ടും നമ്മളെ എത്ര ഭംഗിയായിട്ടാണ് ഈ ഭഗവത്കാരുടെ നമ്മൾ നോക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി. നമ്മൾ നിസ്സാരരാണ്, വളരെ നിസ്സാരരാണ്. കോസ്മിക് സ്കെയിൽ നോക്കിയാൽ, പ്രപഞ്ചത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം അങ്ങേയറ്റം നിസ്സാരം, ക്ഷണഭംഗുരം. പറയുന്നില്ല, ക്ഷണഭംഗുരമാണ്. അങ്ങനെ ക്ഷണഭംഗുരമായ ജീവിതമാണെങ്കിൽ പോലും നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ മസ്തിഷ്കം, നമ്മുടെ ചിന്ത, ഇതിനൊക്കെ എന്തൊരു ഉജ്ജ്വലമായിട്ടുള്ള ഉപകരണമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ശരീരം. ഈ ശരീരത്തിന്റെ ഓരോ കോശവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആർക്കെങ്കിലും അറിയാം? ഡോക്ടർമാർക്ക് കുറേയൊക്കെ അറിയാം. പക്ഷേ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു, പിന്നെ മനസ്സും മസ്തിഷ്കവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ, മരണം എങ്ങനെ സംഭവിക്കും, ഒന്നും അറിയാമല്ലോ. ഭാരമായിട്ടുള്ള ഒരു ശരീരമാണ് നമ്മൾ ഇതിന് നിസ്സാരമാണ്. നമ്മൾ വളരെ നിസ്സാരമാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ജീവിതമാണെങ്കിൽ പോലും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ശരീരവും മനസ്സും ആത്മാവും ഒക്കെ നമ്മുടെ വീട്ടിൽ ആ ഭഗവത്കാരണത്തിന്റെ മുമ്പിൽ നമസ്കാരം ചെയ്യാൻ നിവൃത്തിയില്ല. അതാണ് ഇവിടെ നീയല്ലോ മായയും മായാവിനോദവും. ഇനിയോ ഈ മായ നീങ്ങണ്ടേ? മായ നീങ്ങണമെങ്കിൽ ഭഗവത്കാരനെ തന്നെ വേണം. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുന്നു. സായുജ്യം നീക്കി പറയുന്ന കാര്യമാണ്. സായുജ്യം വാക്കുകൊണ്ടാണ് എന്നോട് മലയാളത്തിൽ പറയുന്നത്. സായുജ്യം നൽകുന്നു. ഞങ്ങൾക്ക് സായുജ്യം നൽകുന്നത് എങ്ങനെ? ഈ മായയാണ് എന്നും ഞാനും നീ തമ്മിൽ അഭേദമാണ്, ഭേദമില്ല എന്നും ഉള്ള അഭേദ ചിന്ത എനിക്ക് ഉണ്ടാക്കി തരണമെങ്കിലും അവിടുത്തെ കാര്യം ഉണ്ടാവണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു. നമ്മുടെ ഡിസൈനറാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ സാമഗ്രിയെ സ്വയം സാമഗ്രിയായി സൃഷ്ടിച്ചിരിക്കുന്ന ഡിവൈൻ പ്രോഡക്ട്സ് ആണ് നമ്മുടെ കേരളം. ഡിവൈൻ പ്രോഡക്ട്സ്, ഡിവിനിറ്റി ഇൻ us. വിവേകാനന്ദ പ്രസംഗത്തിലൊക്കെ പറയുന്നതാണ്, യു ആർ ഓൾ ഡിവൈൻ ബീയിങ്സ്. ദിവ്യാത്മാക്കളാണ് നമ്മൾ. കാരണം നമ്മൾ പുറമെന്ന് ദിവ്യമല്ലാത്ത ഉൽപ്പന്നമല്ല നമ്മളിൽ. കാരണം നമ്മുടെ ഉൽപ്പന്നം ആരാണ് നടത്തിയിരിക്കുന്നത്? ഉൽപ്പന്നം അത് ദൈവാംശം തന്നെയാണല്ലോ. പറഞ്ഞില്ലേ, നീയല്ലേ സൃഷ്ടിക്കുള്ള സാമഗ്രിയാണിത്. അപ്പൊ നമുക്കൊരു പട്ടിയെ കല്ലെടുത്തറിയാൻ പറ്റുമോ? സൃഷ്ടിക്കുള്ള സാമഗ്രി ഒരു പട്ടിയെ കല്ലെടുത്തറിയാൻ പറ്റുമോ? വേറെ ഒരാളോട് നീചമായി പെരുമാറാൻ സാധിക്കുമോ? കാരണം
ദൈവത്തിന്റെ അംശം കൊണ്ട് തന്നെ സംസൃഷ്ടമാക്കപ്പെട്ട ഈ രൂപങ്ങളാണ് നമ്മുടെ ചുറ്റും. ഈ പ്രകൃതിയെ നമുക്ക് ധരിക്കാൻ സാധിക്കും. ഒരു മരത്തെ വെട്ടിക്കൊല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭാരതത്തിൽ പണ്ട് അനുവാദം ചോദിച്ചത് മാത്രമേ മരത്തെ മരം വെട്ടുകയുള്ളൂ. ഡിവിനിറ്റിയാണ് ഭാരതീയ സംസ്കാരത്തിൽ പ്രകൃതിയുടെ ഡിവിനിറ്റി. ആ ദിവ്യത്വത്തെ നമ്മൾ എന്നും വിലമതിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. കാരണം അതല്ലാതെ ഒന്നുമില്ലല്ലോ. സൃഷ്ടിക്കുള്ള സാമഗ്രിയായത് എന്താണ്? അപ്പൊ ഒരു സൃഷ്ടിയെ പോലും വയലേറ്റ് ചെയ്യാൻ, ഹരിക്കാൻ നമുക്ക് അവകാശമില്ല. അഹിംസയുടെ ആന്തരികമായിട്ടുള്ള സത്യം ഈ ശ്ലോകത്തിൽ എഴുതിങ്ങനെ തുടിക്കുന്നുണ്ട്. അഹിംസ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആദർശമായി തീർന്നത്? കാരണം നിനക്കെന്ത് അവകാശം? നിനക്കെന്ത് അവകാശം? ഈ എന്റെ തന്നെ, ഞാൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സാമഗ്രിയുണ്ട്. ദൈവ സാമഗ്രിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവനെ ഹനിക്കാൻ നമുക്ക് എന്ത് അവകാശം? അവിടെയാണ് അഹിംസയുടെ സത്ത കുടികൊള്ളുന്നത് ഈ ശ്ലോകത്തിലാണ് ഞാൻ വിചാരിക്കുക. അപ്പോ ഇതന്നെയാണ് ഞാനും നീ ഒന്ന് തന്നെയാണ്, പക്ഷേ ഞാനും നീ രണ്ടാണെന്ന് തോന്നുന്നു. ആ മായയെ എനിക്ക് മായ വിഭ്രമം എനിക്ക് ഉണ്ടാക്കി തന്നത് നീ തന്നെയാണ്. ഉണ്ടാക്കി തന്നെങ്കിൽ നീ തന്നെ അത് മാറ്റണം. അതിന് ഭഗവാൻ തന്നെ ശരണം എന്നുള്ള ആ നീതത്വത്തിന്റെ ആശയമാണ് ഈ 6-ാം ശ്ലോകത്തിലുള്ളത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഈ 2 ശ്ലോകത്തിലാണ് ഇതിന്റെ കാതലായി വന്നത്. ഇതിലൊന്നും അതിനൊന്ന് അടുത്ത ശ്ലോകത്തിൽ ഒരു സംശയമില്ല. നീ സത്യം, നീ എല്ലാവരും സത്യമില്ല. സത്യം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, സത്യങ്ങളില്ല. സത്യങ്ങൾ നേരത്തെ പറഞ്ഞ ദൈവങ്ങൾ എന്ന് പറഞ്ഞില്ല. സത്യങ്ങളില്ല, ഒരു സത്യമില്ല. നീ സത്യം. ഇത് ഉപനിഷത്തിന്റെ വാക്കുകൾ എടുത്ത് ഉപയോഗിച്ചിരിക്കും, പക്ഷേ ഭംഗിയായി ഉപയോഗിച്ചിരിക്കുകയാണ്. നീ സത്യം. ആ സത്യം എന്നുള്ളതാണ് അറിവ്, ആ ജ്ഞാനം. നീ സത്യം, ജ്ഞാനം, ആനന്ദം. ഈ ആനന്ദമില്ലാത്തത് എപ്പോഴാണ്? സത്യം എന്താണെന്നുള്ള അറിവില്ലാത്തവന് ആനന്ദമില്ല, അവന് സങ്കടമില്ല. അവരിങ്ങനെ ഇത്തരത്തിൽ തത്വമാണ് അവരുടെ ആനന്ദം. ആനന്ദം ഉണ്ടാവണമെങ്കിൽ സത്യജ്ഞാനം ഉണ്ടാവണം, സത്യത്തെ പറ്റിയുള്ള അറിവുണ്ടാവണം. അതുകൊണ്ട് ആ സത്യം എന്താണ്? ദൈവം എന്ന് പറയുന്ന നീ സത്യം എന്ന് ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കവിയോട് എനിക്ക് അസൂയപ്പെട്ടിട്ടുള്ള ആ ഷാർപ്പ്നെസ് ആണ്. നീ സത്യം, ജ്ഞാനം, ആനന്ദം. ഈ സത്യമാണ്, ആ സത്യമാണ് ജ്ഞാനം. ആ സത്യജ്ഞാനം ഉണ്ടായാൽ എനിക്ക് ആനന്ദം ഉണ്ടായി, ഇല്ലെങ്കിലോ എനിക്ക് ആനന്ദമില്ല. ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവണമെങ്കിൽ സത്യജ്ഞാനം ഉണ്ടാവണം. ആ സത്യജ്ഞാനത്തെ പറ്റിയാണ് നേരത്തെ ഇവർ പറഞ്ഞത്. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജ്ഞാനവും എല്ലാം ഒന്ന് തന്നെ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ തന്നെ, പക്ഷേ ഞങ്ങൾക്ക് രണ്ടാണെന്ന് തോന്നിക്കുന്നത് നീ തന്നെ. എന്നാൽ രണ്ടല്ല എന്ന് പറഞ്ഞ് മായയെ നീക്കി സാഹിത്യം നൽകുന്ന ആര്യനെ നീ തന്നെ. സമ്പൂർണ്ണ സമർപ്പണം അല്ലാതെ ഒന്നും വേണ്ടവല്ല. അത്രയുമായി കഴിയുമ്പോൾ നീ സത്യം, ബോധ്യവും. നീ സത്യം, ജ്ഞാനം, ആനന്ദം. നീ തന്നെ, നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. അപ്പോൾ നമുക്ക് ഭൂതവും വർത്തമാനവും ഭാവി എന്നൊക്കെ തോന്നുന്നത്, എനിക്കിപ്പോ തോന്നുന്നു ഇന്നത്തെ കാര്യം, മറ്റൊരു കാര്യം, നാളത്തെ കാര്യം, നാളെ ഒന്നും അറിഞ്ഞുകൂടല്ലോ, അങ്ങനെ ജീവിക്കുകയല്ലേ. അപ്പൊ ഗുരു പറയുന്നു, ദൈവത്തെ പഠിച്ചാൽ നിനക്ക് ഈ ഭൂതഭാവി വർത്തമാനം വേണ്ടവുമില്ല. കാരണം ഭഗവാന് കാലാതീതനാണ്. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ലോകവും അനന്തമായ കാലം. അനന്തമായ കാലം എന്ന് പറയാൻ പെട്ടെന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി. അന്തമില്ലാത്തത് ഈ കാലം ഒരിക്കലും മനസ്സിലാക്കി. അനാദിയായ കാലം എപ്പോ ആരംഭിച്ചു വരുന്നു? ഈ കാലപുരുഷൻ എന്ന് പറയുന്നത് ദൈവം. നമ്മളെപ്പോലെ നീർക്കുടകൾ പോലെ ഈ അനുസൃതമായ പ്രഭാതത്തിൽ പിളർന്ന് നശിച്ച് നമ്മളിങ്ങനെ ഈ പ്രഭാതത്തിൽ നീർക്കുടകളായിട്ട് പിരിഞ്ഞ് നശിച്ചു പോകുമ്പോഴും ഈ പ്രവാഹം കൊണ്ടേയിരിക്കുകയാണ്. കാലമെന്ന് പറയുന്ന അനുസൃത പ്രവാഹത്തിൽ നീർക്കോളകൾ പോലെ രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒഴുകുന്ന രാഷ്ട്രങ്ങൾ പോലെ ആ ഒഴുക്കൽ പറയുന്നത് കാലത്തിന്റെ പ്രവാഹമാണ്. ആ കാലപ്രവാഹത്തിന് തുടക്കവുമില്ല, ഒഴുക്കവുമില്ല, ഭൂതവുമില്ല, ഭാവിയുമില്ല, വർത്തമാനവുമില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കുക. പക്ഷെ ഒരു വർത്തമാനം മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മള് ഈ പരമസത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദമായിരിക്കും. അവിടെ അതുകൊണ്ടാണ് ഈ നമ്മുടെ ആപേക്ഷികമായ ശരീരത്തെ ബോധ്യപ്പെടുത്താനാണ് ഒരു ഇവിടെ കാലത്തെ വെച്ചുകൊണ്ട് ഒരു സൂചന നൽകുന്നത്.
നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ഇതൊന്നും വേറല്ല ഓതും പറഞ്ഞിട്ട് ഇനി വികാരങ്ങളിൽ വ്യത്യാസമില്ല, ഞാൻ നീ തമ്മിൽ വ്യത്യാസമില്ല, അകവും പുറവും കാണുന്ന വീട് തമ്മിൽ വ്യത്യാസമുണ്ട്, അകവും പുറവും നീങ്ങും പിൻപകമല്ലാതെ കഴിവില്ലല്ലോ, അകത്തുള്ളതും പുറത്തുള്ളതും ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു മരുത്വമലകളിൽ പോയിട്ട് ഈ അനുഭൂതി ഉൾക്കൊണ്ടിട്ട് അകവും പുറവും നീങ്ങും ഈ പൊരുളിനെ പറ്റി നമ്മളോട് പറയാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് അകവും പുറവും നീങ്ങും മഹിമാവാണ് നിൻപദം പുകഴ്ത്തുന്നു. ഇപ്പോഴാണ് ഈ പുകഴ്ത്തുന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം വെറുതെ പുകഴ്ത്തുക. നമ്മുടെ പിന്നെ കാര്യസാധനത്തിന് വേണ്ടി പുകഴ്ത്തുമല്ലോ, സാറ് വിചാരിച്ചാൽ ഭയങ്കര കാര്യമുണ്ടോ, സാറിനെ പോലെ ഒരാളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മണിയടിക്കുമല്ലോ. ഒരിക്കലല്ല, ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതം എന്താണ്, മരണം എന്താണ്, വായു എന്താണ്, കാലം എന്താണ്, പിന്നെ മായ എന്താണ്, സൃഷ്ടി എന്താണ്, ഇതെല്ലാം പറഞ്ഞിട്ട് അതല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു പറഞ്ഞാൽ ഈ അനന്തമായിട്ടുള്ള സത്യത്തിന്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. അവരെ പുകഴ്ത്താതെ എങ്ങനെ ഇരിക്കും, വാഴ്ത്താതെ എങ്ങനെ ഇരിക്കും? കാരണം അതല്ലാതെ ഒരു സത്യമില്ലല്ലോ. ആ സത്യത്തിനെ ഞാൻ നമിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പുകഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങ് കൃപാനിയെ. നമ്മൾ പറഞ്ഞിട്ട് പറയാൻ ജയിക്കണ്ട, പക്ഷെ ജയിക്കാൻ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാണ് നമ്മുടെ സന്തോഷത്തിലാണ് ഗുരു പറയുന്നത്. പിന്നെയോ ജയിക്കുക മഹാദേവ്. പിന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ വരികയാണ്. നമ്മുടെ സാധാരണ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഈ ജീവിച്ചിരിക്കുന്ന കാലം നമുക്ക് സുഖമായി ജീവിക്കുന്നത്, ദുഃഖത്തിലിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദീനാവന പരായണം നമ്മുടെ സകല ദീനങ്ങളെയും ഇല്ലാതാക്കുന്നതും ഈ ശക്തി തന്നെയാണ്. ആ ശക്തി എന്താണ് എന്നാണ് ഈ 4, 5, 6, 7 ഈ ശ്ലോകത്തിൽ 5, 6, 7 4 ശ്ലോകങ്ങളിൽ അതാണ് ദൈവദശകത്തിന്റെ ആത്മാവ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റതൊക്കെ തുടക്കവും ഒടുക്കവും പറഞ്ഞ് അത് അവസാനിപ്പിക്കുക. ആഴമേറും നിന്മഹസ്സാമാഴിയിൽ ഞങ്ങൾ വന്നു. ഇവിടെ ഒരാഴിയേ ഉള്ളൂ, നിന്റെ മഹസ്സാവിന്റെ ആഴി മാത്രം. അവിടെ എന്ത് ചെയ്യണം? മാറി നിന്ന് കടൽ കൊള്ളാമെന്ന് പറയാതെ കടൽ കൊള്ളാൻ കഴിയും. ഒന്നായിട്ട് ആഴണം, അതിനകത്ത് ലയിക്കണം, അതിനകത്ത് ഇമേഴ്സ്ഡ് ആവണം. ആഴിക എന്ന് പറഞ്ഞാൽ ആഴണം. എന്റെ മനസ്സിലെനിക്ക് ആഴണം, ഇത് ഒന്നാഴണം. അങ്ങനെയാണ് എനിക്ക് വാഴേണ്ടത്. ആ മനസ്സിൽ ആഴുന്നതിന് ശേഷം മാത്രമേ നമുക്ക് നിത്യമായി വാഴാൻ സാധിക്കൂ. ഇവിടെ നിത്യം എന്നൊരു വാക്ക് ഒരു വാക്ക് പോലും അർത്ഥമില്ലാതെ ഉപയോഗിക്കില്ല. ഇവിടെ ആഴണം, വാഴണം, നിത്യം. എന്റെ മനസ്സിൽ ആണ്ട് കഴിഞ്ഞാൽ എനിക്ക് നിത്യതയാണ്. പിന്നെ എനിക്ക് പൂർവ്വം വർത്തമാനവും ഇല്ല, ആദ്യം അധ്യാപനങ്ങളില്ല, ഒന്നുമില്ല. എനിക്ക് നിരാധനകളില്ല, ഒന്നുമില്ല. ആഴണം, വാഴണം, നിത്യം. ആ ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സൗഖ്യം നിങ്ങൾക്ക് ഗ്യാരണ്ടീഡാണ് എന്നാണ് ദൈവദശകം. പക്ഷേ ദൈവദശകത്തിന്റെ ഓരോ ശ്ലോകം വായിക്കുമ്പോഴും ഗുരുവിന്റെ മനസ്സിലൂടെ കയറി ഇറങ്ങാൻ നമുക്കൊരു അനുവാദം കിട്ടുന്നത്. ഇത് നമ്മളെ അനുവദിക്കുന്നു. ആ ഉത്കൃഷ്ടമായ ആശയത്തിന്റെ ഗോപുരത്തിൽ നമുക്കൊരു പ്രവേശനം കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ ഇന്ന് പാടിയ ദൈവദശകമായിരിക്കുകയില്ല, നാളെ പാടുന്നത് എന്ന് ഞാൻ ഇത് നടത്തിയ പ്രാർത്ഥനയായിരിക്കുകയില്ല, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് ഞാൻ ഇതിന്റെ ഗഹനമായിരുന്ന ആശയങ്ങൾ സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥന കീർത്തനമായി പ്രാർത്ഥനയാക്കി നമുക്ക് തന്ന ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയൊരു കവീന്ദ്രൻ എന്ന് പറയാവുന്ന കവിത്വവും ദിവ്യത്വവും ഒരുമിച്ച് സന്നിഹിതമായിരിക്കുന്ന ആ ഗുരുവിന്റെ ആ ചൈതന്യത്തിന്റെ മനുഷ്യരെ മുഴുവൻ സകല ജീവജാലങ്ങളെയും ഒന്നായി കണ്ട് തന്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ച ആ മഹാ ചൈതന്യത്തിന്റെ എന്റെ നമസ്കാരം ചെയ്തുകൊണ്ട് ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ കൗൺസിലർ ശ്രീമതി നാജ. ക്ഷണിക്കുന്നു. ഈ
ഡയറക്ടർ കൂടിയിട്ടുള്ള ശ്രീ സാർ, അതുപോലെ ശ്രീനാരായണ അന്തർദേശീയ പഠന ഉദ്ഘാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ശശിപാലൻ സാർ, അതുപോലെ സ്വാഗതം പറഞ്ഞ SLM മേഖലയുടെ ശ്രീമതി വിജയ ടീച്ചർ, അതുപോലെ വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനിയെ, ഇവിടെ നമുക്ക് നല്ല രീതിയിലൊരു അറിവ് പകർന്നു തന്ന മാസ ഈ പഠന വഴികളിൽ നമുക്ക് ഓഗസ്റ്റ് ഇന്ന് മുതൽ തുടങ്ങി ഓഗസ്റ്റ് 16-ാം തീയതി അവസാനിക്കുന്ന ഗുരുദർശന പഠന ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് അറിവുകൾ കഴിയുന്ന ഗുരുദർശനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗുരുദേവന്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരുപാട് നമുക്കറിയാൻ ഇനിയും അവസരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ കുറച്ച് ദൈവദർശനത്തിൻ്റെ ശ്ലോകങ്ങൾ ഓരോന്നായി എടുത്ത് പറഞ്ഞുകൊണ്ട് അറിവ് കുറേ കൂടി ആഴത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ. അതുപോലെ വിലയേറിയ ഓരോരോ അറിവും നമുക്ക് വേണ്ടി നമ്മൾ ഓരോ വരുന്ന അവസരങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഒരിക്കലും പാഴാക്കാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ പഠന ക്ലാസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ഈ ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും അതുപോലെ SLM ലൈബ്രറിയും കൂടെ ചേർന്ന് ഈ നടത്തുന്ന ഗുരുദർശന പഠന ക്ലാസ്സിനെ ഇതിൻ്റെയും അതുപോലെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം ചെയ്ത സാറ് അതെല്ലാവർക്കും നമ്മുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിന് ശ്രീ അശോകൻ സാർജി ശിവഗിരി അദ്ദേഹം സുരേന്ദ്രഭോജസുരൻ സുഹൃദയനമലൻ സുന്ദരമൻ ശ്രീ ഭൂരിഭൂഷൺ ഭുവനവൈരുടൻ പുണ്യഭൂലോകരാജൻ സാരക്യൻ സാർവഭൗമൻ സംസാരവാരാദികളിൽ നാരായണ ഗുരുപര ബ്രഹ്മാണെന്റെ ദൈവം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ മേഡൻ, ഈ യോഗം സംസ്ഥാനം ചെയ്ത ആദരണീയനായ ദേവമാസ്റ്റർ, ആശംസകൾ അർപ്പിച്ച ശ്രീ നാരായണ, ഗുരുദേവ ദർശനത്തെ സന്ദേശത്തെയൊക്കെ വളരെയധികം തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ തനത് ശൈലിയിൽ പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രൊഫസർ ശിശുപാലൻ സർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാനിയായ ജയമ ടീച്ചർ, രേഖപ്പെടുത്തുന്ന രാജീവ്, മറ്റ് ധന്യാത്മാക്കളെ എല്ലാവർക്കും നമസ്കാരം. 49 വർഷമായി
ദൈവദശകം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 1-2 ദൈവദശകം പഠിക്കാൻ തുടങ്ങിയിട്ട് 41 വർഷമാണ്. അറിയിടത്തോളം വെച്ച് നോക്കുമ്പോൾ അറിയാനുള്ളതിന്റെ വ്യാപ്തി അവസാനമില്ലാത്തതായി കാണും. ഞാൻ ഏറെ ആശ്രയിക്കുന്ന ജയകുമാർ സാറിന്റെ ദൈവദശകത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം ലളിതവും ഗഹനവുമായ നിങ്ങൾക്ക് വളരെ മനസ്സിലാകത്തക്ക രീതിയിൽ ലളിതമായും എന്നാൽ അതിന്റെ ആശയത്തിന് യോഗ്യതയും ചോർച്ചയും കൂടാതെ മനസ്സിലാക്കി തരികയും ചെയ്തു. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു തന്നെ ആ ക്ലാസ് സശ്രദ്ധം കേൾക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, ഈ ആശയങ്ങൾക്ക് ചോർച്ച വരാതെ ഇത്രയും ഗഹനമായ ഒരു ക്ലാസ് ഞാൻ വേറെ കേട്ടിട്ടില്ല. എനിക്ക് അതിന്റെ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ കഴിയും. സാറിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പോകാറുണ്ട്. ചെറുപ്പത്തിൽ പലപ്പോഴും സാറിന്റെ ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ പോയി സാറിന്റെ ക്ലാസ് കേൾക്കാറുണ്ട്. വളരെ പ്രത്യേകതര ബഹുലതകൾക്കിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗ പദവിയിലിരിക്കുമ്പോഴും വേദാന്ത ദർശനത്തിനും ആത്മീയ പഠനത്തിനും എങ്ങനെ സമയം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ് സാറിന്റെ എനിക്ക്. പക്ഷേ പൂർവജന്മാർജിതമായ ആ പുണ്യവും സാധാരണമായിരിക്കുന്ന സംസ്കാരവും തന്നെ ആയിരിക്കാം അതിന് കാരണമെന്ന് അല്പബുദ്ധിയിൽ എനിക്ക് തോന്നുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ധന്യാത്മാക്കളാണ്. വെറുതെ പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്തുകയല്ല. ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു കർക്കിടക മാസത്തെ കുറിച്ച്. ഈ കർക്കിടക മാസത്തെ കാലാവസ്ഥയും മറ്റ് അന്തരീക്ഷ സ്ഥിതിയും ഒക്കെ നമ്മുടെ ശരീരത്തിലെ പ്രദോഷങ്ങളെ പൂരിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പൊ നമുക്ക് ആവശ്യം നമ്മുടെ ശരീരത്തിന് പോസിറ്റീവ് എനർജിയുടെ അഭാവത്തിലാണ് നമുക്ക് രോഗാനുദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അതിൽ ഭാഗ്യമായ ഭൗതിക തലത്തിൽ നിന്നോട് പറയുകയാണ്. അത് നമുക്ക് എങ്ങനെയൊക്കെ പോസിറ്റീവ് എനർജി നേടാം, അതിനൊരു പ്രധാന സംഗതിയാണ് ഇതുമാതിരിയുള്ള ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകൾ കേട്ടാൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. സാറിന്റെ ക്ലാസ് ഇവിടെ ദൈവശക്തിയുടെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആരെങ്കിലും ശ്രദ്ധ വേറെ വിഷയത്തിലേക്ക് പോയോ എന്ന് സംശയമാണ്. നമ്മുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായ സമൂല പരിവർത്തനം ധ്യേയമാക്കുന്ന ഹൃദയസ്പർശിയായ രീതിയിൽ ദൈവദശകം അവതരിപ്പിക്കപ്പെട്ടു. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ അത് പോസിറ്റീവ് എനർജി പ്രധാനത്തിന് സംശയം വേണ്ട. സാറിന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്റെയൊക്കെ സംഭാഷണം നല്ലൊരു അധിക പ്രസംഗമാണ്. മറ്റൊന്ന്, ഞാൻ ഇവിടെ ഉയർന്നപ്പോഴേ കുടുംബപ്രാർത്ഥനാ യോഗങ്ങളിൽ സ്ഥിരം വരാറുണ്ടായിരുന്നു. വളരെ ദൂരം അതൊന്നൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സമയത്തിലും എനിക്ക് 3-4 പ്രോഗ്രാം വേറെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ വരാറുള്ളത്. ഇത്രയും പ്രായം ചെന്നിട്ടും അന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ബഹുമാന്യനായ വിജയമ്മ ടീച്ചർ മെമ്മറിയിൽ ഇപ്പോഴും സൂക്ഷിക്കൂ എന്നുള്ളതായിരിക്കും അല്പം തോന്നുന്നു. നമുക്ക് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവ ദർശനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗുരുവിന് ഓരോരുത്തരും അവരുടേതായ കാഴ്ചപ്പാട്
അണ്ണൻ ആനയെ കണ്ടതുപോലെ എന്ന് അത്ഭുതീശ്വരത്തിൽ തന്നെ ഉദാഹരണം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. മഹാരാജ കുമാരനാശാൻ എഴുതിയ ഗുരുസ്തവ പ്രാർത്ഥനയിലെ 2 പേര് പറയാം. മുൻപായി നിൻപാവനപാദം ഗുരുനാരായണമൂർത്തി. ഈ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. എല്ലാത്തിനും മുൻപായി, എന്റെ വാക്കുകൾക്ക് മുൻപ്, എന്റെ പ്രവർത്തികൾക്ക് മുൻപ്, എന്റെ ചിന്തകൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീനാരായണ പരമഗുരുവിന്റെ പാദം ഞാൻ സ്മരിക്കും. സ്മരിക്കുമോ? അങ്ങനെ സ്മരിക്കുമെങ്കിൽ അങ്ങനെ സ്മരിക്കുന്നവരുടെ ജീവിതം ധന്യമാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ സ്മരിക്കുന്നവരുടെ ജീവിതം ധന്യമായി. നിങ്ങൾ സ്മരിക്കുമോ? എനിക്ക് സംശയമാണ്. നമുക്ക് എല്ലാവരിലും അന്തർലീനമായിരിക്കുന്നത് ഒരുതരം അറിവില്ലായ്മയുടെ അകന്തയാണ്. ഗുരുദേവ കൃതികളിൽ ഗുരു ഒരു വരം മാത്രമാണ് എനിക്ക് തരണേ എന്ന് നമ്മളോട് അപേക്ഷിക്കാൻ പറയുന്നത്, മറ്റൊരു വരവുമല്ല. ഏതാണ് ആ വരം? വലിയൊരഹന്ത വരാവരം തരേണം. നമുക്ക് പ്രായമുള്ളവരെ കണ്ടാൽ, നമുക്ക് പരസ്പരം സമപ്രായക്കാരെ കണ്ടാൽ, പ്രായത്തിൽ കൂടുതലുള്ളവരെ കണ്ടാൽ ഒന്ന് നമസ്തേ പറയാൻ, ഒന്ന് ചിരിക്കാൻ നമുക്ക് എന്തൊരു വിഷമമാണ് അല്ലേ? സംശയമുണ്ടോ? ഒന്ന് ചിരിക്കാൻ, ഒന്ന് നമസ്തേ പറയാൻ. ഒരു ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്ത്യാനി കാണുമ്പോൾ എന്ത് പറയും? അതൊന്നും നിങ്ങൾക്കറിയില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം കണ്ടായിരുന്നു പറയും. നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോമിശിയൊക്കെ എപ്പോഴും നമുക്കൊന്നും ആയാൽ എന്താ നഷ്ടം? നമുക്കൊന്നും നഷ്ടപ്പെടുമോ? നമസ്തേ, ഒരു നമസ്തേ പറയുന്നതോടെ എന്റെ മനസ്സിന്റെ അഹങ്കാരം കുറയുകയാണ്. അഹങ്കാരം ത്യജിക്കണം, അഹംബുദ്ധി നശിക്കണം, അതുമൂലം സഫലമാം മനുഷ്യജന്മം. നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരോട്, സഹപാഠികളോട്, അയൽവക്കക്കാരോടൊക്കെ ഒന്ന് മിണ്ടാൻ, ചിരിക്കാൻ, വർത്തമാനം പറയാനൊക്കെ നമുക്ക് എന്തൊരു മടിയാണ്, പ്രയാസമാണ്. ഗുരുവിന്റെ സംഭാഷണ ശൈലി എങ്ങനെയുള്ളതായിരുന്നു? നമ്മുടെ ഗുരുവിന്റെ ഭാവനപാഠം എല്ലാത്തിനും കൊണ്ട് സ്മരിക്കുന്നു പറഞ്ഞു. എങ്ങനെയുള്ളതാണ് ഗുരുവിന്റെ സംഭാഷണ ശൈലി? എങ്ങനെയുള്ളതായിരുന്നു? ഏറ്റവും വലിയ യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ പറയുകയാണ്, കൃപയും ജ്ഞാനവും വലിയതും കൂടും മധുര പാവന മനോജ്ഞവാണികൾ. നിങ്ങളെടുത്ത് വായിച്ചത് ശരിക്കണം. വെറുതെ സമാധികരത്തെയും സമാധികാരമായി കളയാനുള്ളതല്ല. കൃപയുണ്ട്, ജ്ഞാനമുണ്ട്, ഭജിതമുണ്ട്, മധുരമാണ്, മനോഹരമാണ്, അത് പാവനമാണ്. ഇത്രയും മഹത്വങ്ങൾ അടങ്ങിയതാണ് ഗുരുദേവന്റെ സംഭാഷണ. കൃപയും ജ്ഞാനവും ഭജിതവും മധുര പാവന മനോജ്ഞമാണ്. ആ ഒരു സംഭാഷണ ശൈലിയൊക്കെ നമുക്കൊന്ന് സ്വീകരിച്ചുകൂടെ? നമ്മൾ ഗുരുവിന്റെ ആളാണ്, ശ്രീനാരായണീയനാണെന്ന് പറയുമ്പോൾ പിന്നെ ഗുരുവിന്റെ ജീവിതത്തെ, ഗുരുവിന്റെ സന്ദേശത്തെ, ഗുരുവിന്റെ ഉപദേശത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം? കുറെയൊക്കെ പകർത്താൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം തീർച്ചയായും ധന്യമാണ്. അതിന് സംശയമൊന്നും വേണ്ട. നമ്മുടെ അഹങ്കാരം ഒരുപാട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും
പ്രധാനമായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് ഗുരുവിന്റെ ദൈവസങ്കല്പത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നു. ദൈവദശകം ഗുരു നമുക്ക് തന്ന് 100-110 വർഷമായിട്ടും ഗുരുവിന്റെ ദൈവസങ്കല്പത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഇന്ന് അശോകശാന്തിയെ പോലുള്ള ഏതെങ്കിലും ശാന്തിക്കാര് പ്രതിഷ്ഠിക്കുന്ന പിന്നെ ശിലാവിഗ്രഹത്തിന്റെയോ പഞ്ചലോക വിഗ്രഹത്തിന്റെയോ മുമ്പ് ചെന്ന് തൊടാനാണ് നമുക്ക് ഇഷ്ടം. വളരെ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. കുളിച്ചു വൃത്തിയായി വരാൻ ക്ഷേത്രങ്ങൾ കൊള്ളാമെന്ന് കരുതി ഫലം നേരെ മറിച്ചാണ്. പണം പിരിച്ച് ക്ഷേത്രങ്ങൾ കിട്ടിയാൽ അതബദ്ധമായി പോയെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഗുരുവിന്റെ വാക്കുകളാണ്. നമ്മളിന്ന് എവിടേക്ക് പോവുകയാണ്? നമുക്ക് ചോദിക്കും, മതവും മതാധിഷ്ഠിതമായ പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ? വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും യൂണിയൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനുമായിരുന്ന ഗോർബച്ചേവ് വത്തിക്കാനിൽ പോയി പോപ്പിനെ സാക്ഷിയാക്കി പറഞ്ഞതാണ്, മതങ്ങൾക്ക് മാത്രം പ്രദാനം ചെയ്യാൻ കഴിയുന്ന സദാചാര മൂല്യങ്ങൾ കൈമോശം വന്നുപോയതാണ് റഷ്യയുടെ പരാജയത്തിന് കാരണം. മതമനുഷ്യനായിരുന്ന തർക്കമൊന്നുമല്ല, അങ്ങനെ മാർക്സ് പറഞ്ഞിട്ടുമില്ല. ആത്മാവില്ലാത്ത സമൂഹത്തിന്റെ ആത്മാവാണ് മതം, ഹൃദയമില്ലാത്ത സമൂഹത്തിന്റെ ഹൃദയമാണ് മതം. ആത്മാവില്ലാത്ത സമൂഹത്തിന്റെ ആത്മാവായും ഹൃദയമില്ലാത്ത സമൂഹത്തിന്റെ ഹൃദയമായും മതം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള മതം മനുഷ്യനുമായിട്ടുള്ള കറുപ്പാണ്. ഒന്നാം കാലം തിന്നാക്കുകയും അടുത്തത് പറയില്ല, പൂർത്തീകരിക്കില്ല എന്നൊരു മൂഢത വണ്ടേയുണ്ട്. ഒന്നാം കാലം നിന്നാൽ തീരും എന്നൊരു മൂഢത വണ്ടേയുണ്ട്. ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മതം മനുഷ്യനുമായിട്ടുള്ള കറുപ്പാണെന്ന് പറയുന്നത്. അതിന് മുമ്പും അതിന് ശേഷം പറഞ്ഞതിനെ കുറിച്ചൊന്നും പറയില്ല. ഇതൊക്കെ നമുക്ക് വളരെ പിന്നെ കൂടുതൽ വിശദമായി ചർച്ച ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ഈ പിന്നെ പഠന ക്ലാസ് നിങ്ങൾക്ക് ജ്ഞാനജപത്തിൻ്റെതായ ഊർജം പകരുവാൻ മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പരിപാടിക്കിടയിൽ ഒരു ദുഃഖകരമായ വാർത്ത ആണ്. നമ്മുടെ നാട്ടിലെ പ്രവർത്തകരും സംസ്കാര രംഗത്തെ സജീവ സാധ്യവുമായിരുന്നു ഈ താമസിച്ചത് അന്തരിച്ചു. അപ്പോൾ അതുകൊണ്ട് പരിപാടി നടത്തുന്നുണ്ട്. എല്ലാവർക്കും നമുക്ക് ചിന്തിക്കുന്ന സംസാരിക്കും ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഗുരുദർശന പഠന ക്ലാസ് ഇപ്പോൾ സമാരംഭിച്ചിരിക്കുകയാണ്. പഠനത്തിന്റെ ഒരു പ്രധാന പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ലൈബ്രറി വാസ്തവത്തിൽ എന്റെ സ്ഥാപനത്തെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് ഞാൻ കഴിക്കുന്നത്. ഗുരുവിനെ പഠിച്ചെടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും പഠിച്ചെടുക്കേ പറ്റൂ. ഗുരു ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പരിവർത്തനമാണ്. മനുഷ്യവിരുദ്ധമായ ഒരു സാഹചര്യത്തെ, ഒരു ജീവിതത്തെ മനുഷ്യമാക്കി ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഗുരു പ്രവർത്തിച്ചത്. അതിനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ ആത്മീയ ഭൗതികം
ദുവാനില്ല, രണ്ടും ഒന്നാണ്, ആത്മസത്തയാണ്. അപ്പോൾ ഭൗതികമായ ജീവിത സാഹചര്യത്തെ നിഷേധിക്കാതെ ആത്മീയമായ ഒരു ദർശനം ആവശ്യമാണെന്ന്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്, വേദത്തിന്റെ ഇല്ലാതെ ജീവിക്കാൻ കഴിയണമെന്ന് ഇതിൽ ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഏകദേശം 70 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും ഒരുപാട് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുകയുള്ള, അതുപോലെ തന്നെ നിഷ്കർഷകളോടുകൂടി അനുഷ്ഠിക്കുകയും ഒരു വലിയ അധികാരത്തെയും അന്നത്തെ ചെറുപ്പക്കാരായ ആകർഷിച്ചുകൊണ്ട് അതെല്ലാം തന്നിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് ഒരു വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും ചെയ്തിരുന്നത്. മനുഷ്യനെ കാണുന്ന അന്നത്തെ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചിരുന്നതാണ്. ഞങ്ങൾ വളരെ ലളിതമാണ്, വളരെ ചെറുതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദേവാസാറ് അത്തരം കാര്യങ്ങൾ പങ്കെടുത്ത് പറഞ്ഞു. നമ്മൾ എത്ര പേര് എപ്പോഴും എന്നുള്ളതാണ് വിഷയം. അഞ്ചോ മാത്രം മതി എന്നുള്ളത് എത്ര പേര് അംഗീകരിക്കുന്നുള്ളതാണ്. അടുത്ത അതിന്റെ ഇരട്ടി വരുമ്പോൾ വീട് വയ്ക്കാനാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. ഈ അഹന്തയും ആത്മീയ ഹൃദയം ചെയ്യാതെ നമുക്ക് നന്നാകാൻ പറ്റും. അതുകൊണ്ട് ഗുരുദേവന്റെ ദർശനത്തിന്റെ ഗരിമ അത് അതിന്റെ യഥാർത്ഥ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമാകുന്ന തരത്തിലാണ് ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ കാണുന്നത്. എനിക്ക് ഇതിലൊരു ക്ലാസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ കൂടുതൽ സംസാരിക്കാം. ഞാനൊരു പ്രത്യേക കാഴ്ചപ്പാടിലാണ്, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലാണ് ഇതിനെ പരിഗണിക്കുന്നത്. അതായത് ഗുരുദേവൻ ഭൗതിക ജീവിതം ഉപേക്ഷിച്ച ഒരു സന്യാസിയായിരുന്നില്ല. ആളുകളുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒളിച്ചോടിയായിരുന്നില്ല. ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ കണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും പരിഹാരമാർഗങ്ങൾ ആചരിക്കുകയും അതിന് ആകുന്ന തരത്തിൽ അറിവിനെയും ദരിദ്രത്തെയും ഉപയോഗിക്കുകയും ചെയ്യണം. ആ നിലയ്ക്ക് ഒരു ദൈവ പദവിയിലേക്ക് ഉയർന്ന ദൈവപദവിയിലേക്ക് ഉയർന്ന ഗുരുദേവനെ നമ്മുടെ പ്രതീക്ഷ പൂർത്തിയായി കാണുന്നതിന് എത്തുന്നില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കണം. പക്ഷെ അത് ആചാരവിധേയമാകരുത്. അത് ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. പ്രത്യേകിച്ചൊരു യുദ്ധവൽക്കരണം നടത്താതെ നമ്മുടെ ഒരു നമ്മുടെ നേരെ നയിക്കാം. ആചാര്യൻ ഗുരു നേരെ നയിക്കാൻ, നേരെ പോകാൻ നമ്മളെ പ്രേരിപ്പിച്ച, നമ്മളെ തയ്യാറാക്കിയ, നമുക്ക് ഊർജ്ജം നൽകിയ നമ്മുടെ ഗുരു തലമുറകളെ സ്വാധീനിക്കുന്ന, തലമുറകളെ ഇതേ പ്രക്രിയയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആശയങ്ങൾ അത് തിരിച്ചറിയുകയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബാന്തരീക്ഷത്തിലും നമ്മുടെ മക്കളെ വളർത്തുന്നതിലൊക്കെ ഈ ഒരു ലാളിത്യവും എളിമയും കാണിക്കാമെങ്കിൽ, അത് സ്വീകരിക്കാമെങ്കിൽ അതാണ് നമ്മുടെ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ സംഭാവന. ആ തിരിച്ചറിവ് എത്ര പേർക്കുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇതിനെ ഗുരുദേവനെ കൊണ്ടു നടക്കുന്നവർ, ഗുരുദേവനെ എന്താണ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി നിൽക്കുന്ന പലരും അങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വൈദ്യം നിലനിൽക്കുന്നതാണ്. അങ്ങനെ അല്ലാത്തവരെ ഇതുപോലുള്ള ഒരുപാട് സ്ഥാനങ്ങളിൽ കയറി ഇരുന്ന് അമ്പഴനാണ് എന്നുള്ള മട്ടിൽ ഗുരുദേവനെക്കാളും ഗുരുവാകുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നതാണ്. അത്തരം പ്രവണതകളെ നമ്മൾ എങ്ങനെ നേരിടണമെന്നുള്ളത് സാധാരണ പ്രവർത്തകർക്ക് സാധാരണ വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സർക്കാരിന്റെ ഒരു സ്ഥാപനം എന്നുള്ളതിലേക്ക് പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ളത്. എങ്കിലും കഴിഞ്ഞ 3 വർഷമായി ഈ ഒരു നിഷ്ഠയോടുകൂടി അതിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജം ഗുരുവിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് വൈവിധ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. കേവലം ഒരു സർക്കാർ സംവിധാനത്തിനപ്പുറം വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്.
സന്തോഷത്തോടെ ഞാൻ പറയുന്നു, ഗുരുദേവന്റെ അനുഗ്രഹം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നതാണ്. ഓരോ വർഷവും നമ്മൾ ആവർത്തിക്കുന്നുള്ളതാണ്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയാം. ഈ എങ്ങനെയാണ് ഈ കർക്കിടക മാസവും രാമായണം വായനയ്ക്ക് ഉണ്ടായതെന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ അതൊരു രസകരമായ കാര്യമാണ്. ഇത് നമ്മളെ ഒരു 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 അധിനിവേശം നടത്തുന്നു, നമ്മളെ ഒരു അധിനിവേശം നടത്തുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിത് അടിച്ചേൽപ്പിക്കുന്നുള്ളതാണ്. ശുദ്ധാത്മാക്കളായ നമ്മൾ അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് എന്താണ് ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ അടുത്ത കാലത്തായിട്ട് തമ്പുരാൻ എന്നുള്ള വാക്ക് ഒരു പയ്യൻ പാടിയപ്പോൾ അവരെതിരെ നമ്മൾ കണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ ചെറിയ വേഗം കണ്ടാൽ കിണ്ണം കണ്ടെന്ന് തോന്നുന്നു. ഈ തമ്പുരാൻ എന്നുള്ള വാക്കിലുള്ള വ്യത്യസ്തമാണ്. ആ തമ്പുരാൻ മനോഭാവമുള്ളവരാണ് അത് പിന്നീട്. അപ്പൊ അതാണ് ഇപ്പോഴും ഒരു വലിയ വിഭാഗത്തിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. തിരുവനന്തപുരത്തെ കൊട്ടാരത്തിലെ അമ്മയ്ക്ക് പറഞ്ഞു ഞാൻ തമ്പുരാട്ടിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞങ്ങൾക്ക് തമ്പുരാട്ടിയാണ്. ഇതൊക്കെ പറയാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് നിസ്സാരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ എന്നെ പോലെയാണ് തുല്യതയോടുകൂടി എല്ലാ മനുഷ്യരെയും കാണാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് ആർക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പയ്യൻ ഒരു പാട്ട് പാടിയപ്പോൾ അവരെതിരെ ഈ പ്രക്ഷോഭമായി വന്നത്. അപ്പൊ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മുടെ മനോഭാവം, ജാതി മനോഭാവം, മേധാവി മനോഭാവം ഇതൊക്കെ നിലനിൽക്കുന്നു. ഇത് വേണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ നേരിടുന്ന ഒരു പ്രശ്നം. ഇത്തരം കാര്യങ്ങൾ വേണോ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ തീരുമാനിച്ചാൽ മതി. തയ്യാറാകുന്നില്ല. ഒരു ജാതിയുടെ നേതാവ് അയാൾ പറയുകയാണ്, ജാതിയെ കുറിച്ച് പറയുകയാണ്. അത് ഞങ്ങൾ എല്ലായിടത്തും കാണും. ഞങ്ങളാണ് പെരിയാറില്ല. ഞങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിനകത്ത് ഒരുപാട് കിട്ടും. ഒരു ജാതിയിലാണ് ജാതി പറയുന്നത്. ജാതി പറയണമെന്നല്ല സംരക്ഷിക്കുന്ന. അപ്പോ ഇത്തരം പഠനങ്ങളിൽ ഈ വർഷം നമ്മുടെ ഈ കൃതികളോടൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷെഡ്യൂളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹായം 30 ദിവസവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വർഷമായി നടത്തി വന്ന ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള എണ്ണം സംഖ്യ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ വ്യവസായിക്ക് കൂടി ബന്ധപ്പെട്ട ദേഹമാണ് അതുകൊണ്ട് തന്നെ പരിപാടി നിർത്തിപ്പിക്കുന്നില്ല. നാളെ എല്ലാവരും വരണം. നാളെ വൈകുന്നേരം 6 മണിക്ക് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സമയത്തിന്റെ വിഭവവിദ്യ മന്ദിരമാണ്. ക്ലാസ് ഓരോന്നാണ്. പക്ഷേ ഇതിന്റെ വിഭവവിദ്യ മന്ദിരമാണ് ചെയ്യാറ്. നേരത്തെ സന്ദർശനത്തിൽ പരിപാടികളും എല്ലാവർക്കും എന്തൊക്കെ പറയാനുള്ളതാണ്. അധ്യക്ഷൻ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി പോയതുകൊണ്ട് താൽക്കാലികമായി ഇതിനോട് വാങ്ങിക്കുന്നതിന് വേണ്ടി അധ്യക്ഷ എല്ലാവർക്കും